Lighter to Lighten Marthoma Study Forum. Good evening all. Lighter to Lighten Marthoma Study Forumത്തിന്റെ 286ാമത് ലൈവ് വെബിനാർ ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുകയാണ്. കഴിഞ്ഞ 5.5 വർഷക്കാലം നമുക്ക് എല്ലാ ശനിയാഴ്ചയും മുടങ്ങാതെ ഈ വെബിനാർ നടത്തുവാൻ ദൈവം തുണ ചെയ്തു. അതിന് നന്ദിയോടുകൂടി നമുക്ക് ആരംഭിക്കാം. നമ്മുടെ വെബിനാർ ആരംഭിക്കുന്നത് പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നമ്മൾ ഇന്ന് ഗാനം ആലപിക്കാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ശ്രീമതി ജിൻസി ലിനുവിനെയാണ്. ജിൻസി ലിനു ഇപ്പോൾ മുംബൈ ബോറിവലി മാർത്തോമ ഇടവക അംഗമാണ്. നാട്ടിലെ പെണ്ണുക്കര ഇടവക അംഗമാണ്. അവിടെ സെന്റ് തോമസ് ഇടവകയിലായിരുന്നു ആദ്യം. അവിടെ വെച്ച് ക്വയറിന്റെ ആക്റ്റീവ് മെമ്പർ ആയിരുന്നു. ഇപ്പൊ ഇവിടെ ബോംബെയിലും ക്വയറിലൊക്കെ വളരെ സജീവമാണ്. നല്ലൊരു ഗായികയാണ്. ഇന്നത്തെ ഗാനം ആലപിക്കുവാനായിട്ട് ശ്രീമതി ജിൻസി ലിനുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നേ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായിട്ട് പാടി. ഇനിയും ഞങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടും. അപ്പോൾ സഹായിക്കണം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസ് തോമസ് കടമനിട്ട സാറിനെയാണ്. അദ്ദേഹം നമ്മുടെ ലൈറ്റർ ടു ലൈറ്റൻ വെബിനാറുകൾ ആരംഭിച്ച കാലം തൊട്ട് നമ്മുടെ കൂടെ ഇന്ന് നമ്മളോടൊപ്പം സഹകരിച്ച് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെ നമുക്കിങ്ങനെ പലതവണ അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ
പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുകയും പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ജോസ് തോമസ് സാറ് യൂണിയൻ ഓഫ് ഇവാഞ്ചലിക് സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ UESI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ നാഷണൽ ലെവലിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. നമ്മളുമായിട്ട് വളരെ സഹകരിച്ച് നിൽക്കുന്നു. ജോസ് തോമസ് സാറിനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ 286-ാമത്തെ വെബിനാറിൽ ആയിരിക്കാനുള്ള കൃപ തന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കൃത്യമായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുന്ന് ചെയ്യുന്ന എല്ലാ നന്മകൾക്കായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവിടുന്നാണ് ഞങ്ങളെ അനുവദിച്ചത്. അവിടുന്ന് അനുവദിക്കുന്നിടത്തോളം കാലം മാത്രമേ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എത്രയും നാൾ ജീവിക്കുന്നു അത്രയും നാള് ദൈവത്തിന്റെ കൃപയിൽ ആരോഗ്യത്തോടെ ജീവിപ്പാൻ തൊക്കൊണ്ടും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്ക് റിസോഴ്സ് പേഴ്സണായിട്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ അന്നമനയനൻ മാത്യു കൊച്ചുമ്മയെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിലപാട് കൊടുത്തിരിക്കുന്ന വലിയ എക്സ്പീരിയൻസിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ചും കൗൺസിലിങ്ങിന് ഉള്ള പ്രാവീണ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്നത്തെ സബ്ജക്ട്സിന് ടോപ്പിക്കിന് ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള നേതൃത്വം നൽകുവാൻ തക്കോണം അവിടുത്തെ ദാസിയെ അവിടുന്ന് തിരഞ്ഞെടുത്തതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങളും അതിന്റെ പ്രതിവിധികളും ഒക്കെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അവിടുന്ന് നിന്റെ ദാസിക്ക് ആവശ്യമായ കൃപയും ശക്തിയും ബലവും നൽകി അനുഗ്രഹിക്കണമേ. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് അത് പ്രയോജനപ്പെടുവാൻ തക്കോണം സഹായിക്കണം. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും അതുപോലെ സഭാ ജീവിതങ്ങളിലും ഒക്കെ കർത്താവെ, മാർത്തോമാ സഭയിൽ മാത്രമല്ല മറ്റ് സഭകളിലും വെളിയിലുള്ള എല്ലാവർക്കും പ്രയോജനകരമായി തീരുവാൻ തക്കോണം ഇന്നത്തെ സെമിനാർ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വാർദ്ധക്യത്തിൽ അനേകര് പ്രയാസപ്പെടുന്നുണ്ടല്ലോ, അവരെ മനസ്സിലാക്കുവാനും സഹായിപ്പാനും കർത്താവെ സഹായഹസ്തം നീട്ടുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. അതോടൊപ്പം പ്രായമായിരിക്കുന്നവർക്കും കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാൻ തക്കോണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഇത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമോ. ഇന്ന് വെബിനാറിൽ ഉള്ള എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ സെഷനെ മുഴുവനായിട്ട് അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ. വളരെ അനുഗ്രഹപ്രദമായ ഒരു പ്രാർത്ഥനയാണ് ജോസഫ് സാറ് നൽകിയത്. അർത്ഥപൂർണമായ പ്രാർത്ഥന നൽകിയതിന് നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ശാന്ത ജോർജ് കൊച്ചമ്മയാണ്. ഏകദേശം 1 മാസം മുമ്പ് കൊച്ചമ്മ ഒരു വട്ടം മോഡറേറ്റർ ആയിരുന്നു. കൊച്ചമ്മയെ ഇന്ന് ക്ഷണിക്കാൻ കാര്യം, നമ്മുടെ ഡോക്ടർ അന്നമ്മ കൊച്ചമ്മ ഇന്ന് സംസാരിക്കുമ്പോൾ അന്നമ്മ കൊച്ചമ്മയുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് ശാന്ത ജോർജ് കൊച്ചമ്മ. കൊച്ചമ്മ ഇന്ന് മോഡറേറ്റർ ആവുന്നത് കുറെ കൂടെ നല്ലതായിരിക്കും എന്നുള്ള ഒരു തോന്നലിൽ കൊച്ചമ്മ തിരക്കായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള യാത്രയിൽ എറണാകുളത്ത് എത്തിയതേ ഉള്ളൂ, വീട്ടിലെത്തിയില്ല. അതിനു മുമ്പ് ഞങ്ങള് നിർബന്ധിച്ച് കൊച്ചമ്മ സമ്മതിച്ചതാണ്. കൊച്ചമ്മയെ പറ്റി പറയുമ്പോൾ മാർത്തോമാ സുവിശേഷ സേവ്യ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും വൈസ് പ്രസിഡന്റ് ആയിട്ടും പ്രവർത്തിച്ച വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ആ കാലഘട്ടത്തെ പറ്റിയൊക്കെ പഠിച്ചപ്പോഴേ വെറും ഒരു സേവ്യ സംഘം ജനറൽ സെക്രട്ടറി അല്ലായിരുന്നു. മാർത്തോമാ സഭയുടെ സേവ്യ സംഘത്തിന് പുരോഗമന ദർശനവും പുരോഗമന കാഴ്ചപ്പാടും നല്ല രീതിയിൽ നടത്തി വളരെയധികം ക്രിയാത്മകമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ശാന്ത ജോർജ് കൊച്ചമ്മ. കൊച്ചമ്മ BD പാസ്സായ വനിതയാണ്. അതും ഒരു മുതൽക്കൂട്ടാണ്. കൊച്ചമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ തിരുവല്ല അഭയ ഭവനിൽ പ്രവർത്തിക്കുന്നു. ഫുൾ ടൈം ആക്റ്റീവായിട്ട് ഈ പ്രായത്തിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ. കൊച്ചമ്മ എന്തുകൊണ്ടും ഇന്നത്തെ യോഗത്തിന്റെ മോഡറേറ്റർ ആകുവാനുള്ള യോഗ്യത ഉള്ള വ്യക്തിയാണ്. കൊച്ചമ്മയെ ഈ സമയത്ത് ഈ വേദിയിലേക്ക് ലൈറ്റർ ടു ലൈറ്റർ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ നാമധേയത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന മുഖ്യ അതിഥി ഡോക്ടർ അന്നമ്മ നൈനാൻ മാത്യു കൊച്ചമ്മ, പങ്കെടുക്കുന്ന പല വിശിഷ്ട വ്യക്തികളുണ്ട്. നമ്മുടെ സ്ഥിരം അംഗങ്ങൾ പങ്കെടുക്കുന്ന വ്യക്തികളുണ്ട്, പുതിയതായ കുറെ അംഗങ്ങളുണ്ട്. എല്ലാവരെയും ലൈറ്റഡ് ടു ലൈറ്റഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ ഈ 286ാമത് വെബിനാറിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പോൾ മോഡറേറ്ററിന്റെ ചുമതലയ്ക്കായിട്ട് ശാന്ത കൊച്ചമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. ലൈറ്റഡ് ടു ലൈറ്റഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 286ാമത് വെബിനാറിലേക്കാണല്ലോ നാം കടന്നു വന്നിരിക്കുന്ന ഏവർക്കും ഞാൻ ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട വിൽസൺ കരിമ്പന്നൂർ നൽകിയതായിട്ടുള്ള ഊഷ്മളമായ സ്വാഗതത്തിനും നല്ല വാക്കുകൾക്കും പ്രത്യേകം നന്ദിയും അറിയിക്കുന്നു. ലൈറ്റഡ് ടു ലൈറ്റഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിന്മാരിൽ പ്രധാന ചുക്കാൻ പിടിക്കുന്ന വിൽസനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. കാരണം 286 വെബിനാറുകളായി അതിന് സൂം പ്ലാറ്റ്ഫോം ഒരുക്കുകയും വിഷയം കണ്ടെത്തുകയും തക്കതായ ആളുകളെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ഉദ്യമമാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് നൽകുന്നവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസിസ് പലപ്പോഴും വർണ്ണനാതീതമാണ്. എന്നാൽ അതിന് വളരെ മാനസികമായ വർക്ക് നടത്തിയും തക്ക വിഷയവും തക്ക ആളുകളെയും ഒക്കെ കണ്ടുപിടിക്കുന്നതിനും ഈ വെബിനാർ മുടക്കം കൂടാതെ ഒരാഴ്ച പോലും മുടക്കമില്ലാതെ നടത്തുന്നതിന് വിൽസൺ നൽകുന്ന പ്രത്യേക നേതൃത്വത്തിന് ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വൃദ്ധരുടെ ജനസംഖ്യ ആഗോളതലത്തിൽ കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചേക്കാം, ഇപ്പോൾ മാത്രമാണോ വൃദ്ധജനങ്ങളുള്ളത് എന്ന്. ലോകമുണ്ടായത് മുതൽ ഉള്ള ഒരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമാണ് വാർദ്ധക്യം എന്നത്. എന്നാൽ കൂട്ടുകുടുംബ സമ്പ്രദായം അണുകുടുംബത്തിന് വഴിമാറിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ആധുനിക ലോക സാഹചര്യത്തിൽ വയോജനങ്ങൾ തഴയപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നത്. ഓരോ ജീവിത കാലഘട്ടത്തിലും അതിൻ്റേതായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. എന്നാൽ വാർദ്ധക്യം എന്നത് ശാരീരികമായും മാനസികമായും ബലഹീനതകൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു ജീവിത സന്ധിയാണല്ലോ. സമൂഹത്തിലെ ഇൻവോൾവ്മെന്റ് കുറയുകയും ഒറ്റപ്പെടലുകൾ കൂടി വരികയും ചെയ്യുന്നതാണ് വയോജനങ്ങളെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. ഒരു പരിധി വരെ വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ അതിനെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾക്കായി സ്വയം ചില പരുവപ്പെടുത്തലുകൾക്ക് നാം വിധേയരാകുമ്പോൾ ഗ്രോയിങ് അപ്പ് ഗ്രേസ്ഫുള്ളി എന്ന അവസ്ഥയിൽ എത്തിച്ചേരുവാൻ കഴിയും. അതിനെപ്പറ്റി സ്വന്തം അനുഭവത്തിലൂടെയും കൊച്ചമ്മയുടെ ഇൻവോൾവ്മെന്റിലൂടെയും ഒക്കെ നമ്മെ വ്യക്തമായിട്ട് വരച്ചു കാട്ടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇന്നത്തെ പ്രഭാഷണത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൊച്ചമ്മയെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഡോക്ടർ അന്നമ്മ നൈനാൻ മാത്യു കൊച്ചമ്മയുമായുള്ള എൻ്റെ പരിചയത്തിന് ഏകദേശം 55 വർഷങ്ങളോ അതിൽ കൂടുതലോ പഴക്കമുണ്ട്. ഞാനും കൊച്ചമ്മയും CSI മധ്യമേരള മഹാ ഇടവകയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നവരാണ്. എൻ്റെ ടീനേജിലും യൗവനത്ത് കാലത്തും ഉണ്ടായിരുന്ന മാതൃകകളിൽ അഥവാ റോൾ മോഡൽസുകളിൽ ഒരാളായിരുന്നു കൊച്ചമ്മയും അച്ഛനും. അച്ഛന് യുവജന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരുടെയും ഇൻവോൾവ്മെന്റ് ആ കാലങ്ങളിൽ അനുഭവിക്കുന്നതിനും കാണുന്നതിനും ഒക്കെ എനിക്കും സാധിച്ചിട്ടുണ്ട്. അന്ന് BSc B.Ed കഴിഞ്ഞായിട്ടുള്ള കൊച്ചമ്മയ്ക്ക് ബേക്കർ മെമ്മോറിയൽ സ്കൂളിൽ അധ്യാപകയായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛനുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപികയ്ക്ക് കിട്ടാവുന്ന ശമ്പളവും പെൻഷൻ കിട്ടാവുന്നതുമൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം അച്ഛനോടൊപ്പം ദൈവിക ശുശ്രൂഷയിലെ പങ്കാളികളാകുന്നതിന് വേണ്ടി ആ ജോലി ഉപേക്ഷിച്ച്
അച്ഛൻ പഠിച്ചുകൊണ്ടിരുന്ന ലിയനാർഡ് തിയോളജിക്കൽ കോളേജിലെ കൊച്ചമ്മ ദൈവശാസ്ത്ര പഠനത്തിനായി അഥവാ BD പഠിക്കുന്നതിനായിട്ട് ചേരുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം അച്ഛനോടൊപ്പം ഇടവകയിലെ ശുശ്രൂഷകളിലെ പങ്കാളികളാകുക എന്നതാണ് തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമെന്ന് തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞതാണ് കൊച്ചമ്മയെ ഒരു വ്യത്യസ്തയാക്കിയത്. ഇടവക ശുശ്രൂഷയുടെ ഭാഗമായി അച്ഛൻ ചിക്കാഗോ ഇടവകയിലായിരുന്നപ്പോൾ അവിടുത്തെ ലൂതറൻ തിയോളജിക്കൽ സെമിനാരിയിലെ കൊച്ചമ്മ ഡീമിൻ അഥവാ മിനിസ്ട്രിയിലെ ഡോക്ടറേറ്റ് നേടുന്നതിനായിട്ട് സമയങ്ങൾ ചെലവഴിക്കുകയും അത് കൊച്ചമ്മയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽകൂട്ടാവുകയും ചെയ്യുകയായിരുന്നു. മാർത്തോമാ സഭയുടെ മാങ്ങാനത്തുള്ള അഡിക്ഷൻ സെന്ററിൽ കൊച്ചമ്മ 22 വർഷം അഡിക്ഷൻ കൗൺസിലിംഗ് നേതൃത്വം നൽകുകയും അതിൽ പങ്കാളിയാകുകയും ചെയ്തു. ഈ ജാക്കോബ ഇടവകയുടെ മുളന്തുരുത്തി സെമിനാരിയിൽ കൊച്ചമ്മ അധ്യാപികയായിട്ടും സേവനമനുഷ്ഠിച്ചു. CSI മധ്യകേരള മഹാ ഇടവകയുടെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി മെമ്പറുമായിരുന്നു കൊച്ചമ്മ. മാർത്തോമാ കോളേജിലെ മുത്തൂറ്റ് കോളേജിൻ്റെ നേഴ്സിംഗ് കോളേജിൻ്റെ കോഴഞ്ചേരിയിലുള്ള നേഴ്സിംഗ് കോളേജിൻ്റെ കൗൺസിലിങ്ങിൻ്റെ ലെക്ചറായും കൊച്ചമ്മ സേവനമനുഷ്ഠിച്ചു. രോഗികളെയും പ്രായാധിക്യത്തിൽ സന്ദർശിക്കുകയും ഓൺലൈൻ പ്രാർത്ഥനയിലും കൗൺസിലിങ്ങിലും സജീവ ഇടപാട് നടത്തിക്കൊണ്ട് ശുശ്രൂഷ രംഗത്ത് ഇന്നും സജീവ സാന്നിധ്യം ആയി നിലകൊള്ളുന്നു കൊച്ചമ്മയ്ക്ക് അച്ഛൻ്റെ നിര്യാണം ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്നുവെങ്കിലും തനിയാണ് കൊച്ചമ്മ ഇന്നും കീഴ്ക്കൊഴൂരല്ല കൊച്ചമ്മ പറയും സ്ഥലം അവിടെ താമസിച്ചിട്ട് കീഴ്വായ്പൂര് താമസിക്കുന്നു. കൊച്ചമ്മയോട് ഇപ്പം ഞാനത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടുത്തെ അയൽവാസികളൊക്കെ വളരെ സൗഹൃദത്തോടും സഹായത്തോടും ഒക്കെ ഇടപെടുന്നത് കൊണ്ട് ഈ പ്രായത്തിൽ 80+ ആണ് കൊച്ചമ്മ. ഈ പ്രായത്തിലും തനിയെ താമസിക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും കൊച്ചമ്മ അനുഭവിക്കുന്നില്ല. എന്നാൽ മക്കളെ സന്ദർശിക്കേണ്ട സമയത്ത് അവരെ പോയി സന്ദർശിക്കുകയും അവരുടെ സ്നേഹ വായ്പകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രായത്തിൽ ഈ ആധുനിക യുഗത്തിന് യോഗ്യമായ തരത്തിൽ കൊച്ചമ്മ ഓൺലൈനായിട്ട് കൗൺസിലിംഗ് നടത്തുകയും ഓൺലൈൻ പ്രാർത്ഥനകൾ നടത്തി രോഗികളെയും വയോധികരെയും ഒക്കെ ആശ്വസിപ്പിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതിനായി ഈ കാലഘട്ടങ്ങളിൽ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു അനുഭവമാണ്. രണ്ട് മക്കളാണ് കൊച്ചമ്മയ്ക്കുള്ളത്. മകന് ജിലോ നൈനാൻ മാത്യു പത്തനംതിട്ട മല്ലശ്ശേരി ഇടവകയുടെ CSI ഇടവകയുടെ വികാരിയായി സേവനം അനുഷ്ഠിക്കുന്നു. മകള് എലിസബത്ത് ജിസ് നൈനാൻ CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിക്കുന്നു. മകനും മരുമകനും വൈദികരാണ്. നൈനാൻ മാത്യു അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് മാർത്തോമാ സഭയിലെ ദിവംഗതനായ PV ജോർജ് അച്ഛന്. അങ്ങനെ മാർത്തോമാ സഭയുമായും മാർത്തോമാ സഭയിലെ പല വൈദികരുടെയും സീനിയറായിട്ടുള്ള വൈദികരുടെയും സമകാലികർ എന്ന നിലയിലും രണ്ടുപേരും അച്ഛനും കൊച്ചമ്മയും മാർത്തോമാ സഭയുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുള്ള വ്യക്തികളാണ്. കൊച്ചമ്മയെ നമുക്ക് സ്വന്തം അനുഭവത്തിലൂടെയും കൗൺസിലിംഗ് എക്സ്പീരിയൻസിലൂടെയും ഒക്കെ നമ്മളോട് ഈ അനുഭവം പങ്കുവെക്കുന്നതിനും വാർദ്ധക്യകാലം എങ്ങനെ സന്തോഷകരമായി വിജയകരമായി ചിലവഴിക്കാം എന്നുള്ളതിനെപ്പറ്റി അനുഭവം പങ്കുവയ്ക്കുവാൻ ഏറ്റവും യോഗ്യമായ വ്യക്തിയെ തന്നെയാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. കൊച്ചമ്മയെ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകുവാനായിട്ട് കൊച്ചമ്മയെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഓവർ ടു യു കൊച്ചമ്മ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് ഈ സമയം അവിടുന്ന് അനുവദിച്ചതിനായി, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുന്നതിന് ആരോഗ്യം തന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അല്പസമയം അവിടുത്തെ സന്നിധിയിലിരുന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ, കൃത്യമായി ഇടപെടണമേ. വാർദ്ധക്യദശകളുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നതിനും വേദനകൾ അവരെ എങ്ങനെ ഞങ്ങൾക്ക് സഹായിക്കാമെന്ന് ചിന്തിക്കുന്നതിനും ഉള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ.
ഞങ്ങൾ ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനിടയാകരുതേ. ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ഞങ്ങളുടെ താലന്തുകൾ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം വരണമേ. ആമേൻ. എനിക്ക് എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ചതിന് മിസ്റ്റർ വിൽസണോട്, ഇതിൻ്റെ എല്ലാ സംഘാടകരോടും എനിക്കുള്ള അകൈതമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൊച്ചമ്മ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് എല്ലാം വളരെ നന്ദിയുണ്ട്. നിങ്ങൾക്കറിയാം 80+ ആണ്, 83 ആയി എനിക്ക്. എന്നാൽ ദൈവം എന്നെ അതിശയകരമായി നടത്തുന്നു. അതിൻ്റെ പ്രധാന കാരണം അനേകരുടെ പ്രാർത്ഥനയാണ്, അയൽക്കാരുടെ സ്നേഹമാണ്, കുഞ്ഞുങ്ങളുടെ കരുതലാണ്, സഭയിലുള്ളവരുടെ വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുള്ള ഇടപെടലാണ് ഇന്നും ഞാനിങ്ങനെ ജീവിക്കുന്നത്. നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം കൃപ ചെയ്തതിന്, എനിക്ക് ശബ്ദം നൽകിയതിന്, എനിക്ക് ഓർമ്മ നൽകിയതിന്, എനിക്ക് കഴിവുകൾ നൽകിയതിന് ദൈവത്തിന് 1000 സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് ഓഫ് ഏജിങ്. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, അതിനെ എങ്ങനെ പരിഹരിക്കാം. അപ്പം ഞാൻ ഒരു വന്യ വയോധികയാണ്. അപ്പോഴെനിക്ക് ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ഇതൊരു ചിതറിയ ചിന്തകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ലാതെ വലിയ കൗൺസിലേഴ്സും ഗഹനമായിട്ട് എഴുതിയതൊന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് കൂട്ടിച്ചേർക്കാം. എനിക്കെല്ലാം ഒന്നും അറിയത്തില്ല, എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്കത് കൂട്ടിച്ചേർത്ത് എല്ലാം കൂടെ കൂടുമ്പോൾ നമ്മുടെ വിഷയം പൂർത്തീകരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാം. ഷിക്കാഗോയിലെ നേഴ്സിംഗ് ഹോമിലെ മലയാളി നേഴ്സിനോട് ഒരു ഇൻമേറ്റ്സിൻ്റെ അന്തേവാസിയായ വൈറ്റ് ലേഡിയുടെ മകൾ ചോദിച്ചു, അമ്മ എന്ന് മരിക്കും, അമ്മ എന്ന് മരിക്കും. അമ്മ ബെഡ്ഡനാണ്. അവിടെ കിടക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഈ നേഴ്സിന് തോന്നുമ്പോൾ ഇടയ്ക്ക് ഈ മകളെ വിളിക്കും. മകളെ വരും. 1 വന്നു, 2 വന്നു, 3-ാമത്തെ പ്രാവശ്യമായപ്പോൾ മകൾ ചോദിക്കുന്നു, അമ്മ എന്ന് മരിക്കും. നേഴ്സ് പറഞ്ഞു, അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അമ്മയെ ഇനി ആവശ്യമില്ല, അമ്മയൊന്ന് പോയി കിട്ടിയാൽ മതി. അതായത് പേപ്പർ കപ്പ് പോലെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുക, യൂസ് ആൻഡ് ത്രോ. തന്നെ പോറ്റി വളർത്തിയ അമ്മ ഇനിയും ആവശ്യമില്ല. അത് അമേരിക്കയിലെ സ്ഥിതി. അവർക്ക് നമുക്കറിയാം, എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, 18 വയസ്സായി കഴിഞ്ഞാൽ മിക്കവാറും അവർ തന്നെയാണ് ഏൺ ചെയ്യുന്നതും പോയി ജോലി ചെയ്ത് പഠിക്കുന്നതൊക്കെ. പിന്നീട് നമ്മൾ കൊടുക്കുന്ന പോലെ അവർക്ക് വീതമൊന്നും കൊടുക്കത്തില്ല, കൊച്ചുമക്കൾക്ക് വേണ്ടി ചരിച്ചിച്ച് വെക്കത്തില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ സ്ഥിതി അതല്ല. പ്രായമായാലും വിവാഹിതരായാലും അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ മാതാപിതാക്കൾക്കുള്ളത് മാതാപിതാക്കൾ നൽകും. അങ്ങനെ അവരെ പോറ്റി പുലർത്തും, കൊച്ചുമക്കൾക്ക് വേണ്ടിയും കൂട്ടിവെക്കും. എന്നാൽ ആ സ്ഥിതിയിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, വിവാഹിതരായ മക്കൾ മാതാപിതാക്കളെ പുറന്തള്ളുന്നതായിട്ട് കാണാം. അതിന് മകുട ഉദാഹരണങ്ങളാണ് ധാരാളം വൃദ്ധസദനങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കളെ ഇങ്ങനെ തള്ളിക്കളയുന്നത്? വിവാഹിതരായാൽ അവരുടെ ചിന്ത പിന്നെ അവർ സ്വതന്ത്രരായെന്ന്. അവർക്ക് പിന്നെ അമ്മയും വേണ്ട, അപ്പനെയും വേണ്ട. എന്നാൽ അത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തി ഒന്ന് നോക്കിക്കേ, നമ്മളൊരു ഫ്ലാഷ് ബാക്ക് അടിച്ച് നോക്കിക്കേ. ഉറക്കളച്ചു, കുഞ്ഞുങ്ങളെ ഒരുക്കി, സ്കൂളിൽ വിട്ടു, അസുഖങ്ങൾ ഓടിക്കൊണ്ട് നടക്കുന്നു. അങ്ങനെ വളർന്ന് അവർ വലിയ ആളുകളായി തീരുവാൻ എന്തുമാത്രം അധ്വാനമുണ്ട്. അതാണ് നമ്മുടെ കേരളത്തിലെ സ്ഥിതി. അങ്ങനെയുള്ള ഈ കൊച്ചു കേരളത്തിൽ ധാരാളം വൃദ്ധസദനങ്ങളുണ്ട്. അതായത് മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ താല്പര്യമില്ല.
മിക്കവാറും വിവാഹിതരായി കഴിയുമ്പോഴാണ് ഇത് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതിനും പ്രശ്നമുണ്ട്. അത് ഇൻലോസ് പ്രശ്നമാണ്. വരുന്ന മകള് ഒരു സ്വന്തം മകളായിട്ട് ഈ അമ്മയും അപ്പനെയും കാണാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എൻ്റെ അമ്മയാണെന്ന് അവൾ ചിന്തിക്കണം. അതിലുപരിയായിട്ടും മാതാവ് എൻ്റെ മരുമകളല്ല, എൻ്റെ മകൻ്റെ ഭാര്യ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണെന്ന് അവരും ചിന്തിക്കണം. അതുകൊണ്ട് പ്രശ്നം ഒരു പൊസസീവ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതായത് ഞാനാണോ വലുത്, അമ്മയാണോ വലുത്, ഞാനാണോ വലുത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ധാരാളം കുടുംബത്തിലുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ വാർദ്ധക്യത്തിലുള്ളവർ ഏകാന്തത അനുഭവിക്കുന്നു. അവർ ദീർഘദൂരം യാത്ര ചെയ്തവരാണ്. ദീർഘദൂരം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വിശ്രമം ആവശ്യമാണ്. ഈ ദീർഘദൂരം യാത്ര ചെയ്ത് ഒത്തിരി അധ്വാനിച്ച ഇവർക്ക് വിശ്രമം ആവശ്യമാണ്. അവർക്ക് പരിഗണന ആവശ്യമാണ്. അവർക്ക് നമ്മുടെ പണവും സൗകര്യങ്ങളും കൊടുത്ത് അവരെ ശുശ്രൂഷിക്കേണ്ടേ നമ്മുടെ മക്കളുടെ കടമയാണ്. എന്നാൽ ഇന്നത് മറന്നു പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. കൊച്ചൻ പറഞ്ഞു വാർദ്ധക്യത്തിൽ വൃദ്ധര എണ്ണം കൂടിക്കൂടി വരികയാണ്. അത് ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു, മെഡിക്കൽ ഭാഗത്തുള്ള വളർച്ച, ഇതൊക്കെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ട് ധാരാളം പേര് വാർദ്ധക്യത്തിലുള്ളവരാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതൽ കൂടുതലുള്ളത്. അതിൽ തന്നെ വിധവന്മാരാണ് കൂടുതലുള്ളത്. ഞാൻ ഇനി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒരു 15 വീടിനെ കുറിച്ച് നോക്കി. 15 വീട്. ആ 15 വീട്ടിൽ 16 പേര് 60+, 60 വയസ്സ് കഴിഞ്ഞവരാ. അവരിൽ എന്നെ ഉൾപ്പെടെ 8 വിധവന്മാരാണ്. അപ്പോൾ സ്ത്രീകൾ വിധവന്മാരാ. അവർ സ്ത്രീകൾ തന്നെ ആകുമ്പോൾ ഒത്തിരി വേദനകൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പണമില്ലാത്തവരാണെങ്കിൽ അവരുടെ വേദന ആരോടും പറയാനില്ല. പാർട്ട്ണർ പോയി കഴിഞ്ഞാൽ പിന്നെ പങ്കുവെക്കാനായിട്ട്, വേദന അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുവാനായിട്ട് ആരും തന്നെ കാണുകയില്ല. അതുകൊണ്ട് വാർദ്ധക്യത്തിലുള്ളവർ വളരെ വേദനിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അതെങ്ങനെ പരിഹരിക്കാം, ആരെല്ലാം കൂട്ടായിട്ട് നിൽക്കണം എന്നാണ് ഞാനിന്ന് ചിന്തിക്കാൻ പോകുന്നത്. അത് ഒരാളെ കൊണ്ട് സാധിക്കത്തില്ല. വൃദ്ധജനങ്ങൾക്ക് തന്നെ ചെറുത് പരിഹരിക്കാം, കുടുംബാംഗങ്ങൾക്ക് പരിഹരിക്കാം, സഭയിലും ചേർന്ന് പരിഹരിക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് എന്താണ് ഇവിടെ പ്രശ്നങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആർത്രൈറ്റിസ് കാണും, അവർക്ക് BP കാണും, കാർഡിയാക് പ്രോബ്ലം കാണും, ഡയബറ്റിക് കാണും. അതിനെ നമുക്ക് ABCD സിൻഡ്രോം എന്ന് വിളിക്കാം. അത് സാധാരണ ജീവിതശൈലി രോഗം. പിന്നീട് ഓർമ്മക്കുറവ്, കാഴ്ചക്കുറവ്, ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് മാനസിക പ്രശ്നമുള്ളവർ ധാരാളമുണ്ട്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ മാനസിക പ്രശ്നങ്ങളായി തീർന്ന് ഓർമ്മയില്ലാതെ വളരെയധികം വിഷമിക്കുന്ന പ്രായമുള്ളവരെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴേ ഈ പ്രശ്നത്തിന് ഇങ്ങനെയുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടാണ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആരോഗ്യ പ്രശ്നം. രണ്ടാമതായിട്ട് സാമ്പത്തിക പ്രശ്നമാണ്. സാമ്പത്തിക പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂലി വേല, ഡെയിലി വേസ്റ്റ് ചെയ്യുന്നവർ അത് കിട്ടുമ്പോൾ നല്ലോണം അങ്ങ് കഴിക്കും. പിന്നെ പ്രായമാകുമ്പോൾ അവർക്ക് വേല ചെയ്യുക, അവരൊന്നും സേവ് ചെയ്ത് സൂക്ഷിച്ച് വെക്കത്തില്ല. അപ്പോൾ പ്രായമാകുമ്പോൾ പിന്നെ മക്കളെ ആശ്രയിക്കേണ്ടി വരും. മക്കള് നിവർത്തിയുള്ളിടത്തോളം അവരെ അവഗണിക്കുക ചെയ്യുന്നത്. അപ്പോഴും സാമ്പത്തികമായിട്ട് ഇനി പെൻഷൻ ആകുന്നവർ ചിലപ്പം പെൻഷന് മരുന്നിന് പോലും തികയാതെ വരും. ഏറ്റവും ഉന്നതമായ രീതിയിൽ ശമ്പളവും പെൻഷൻ വാങ്ങിക്കുന്നവർ പോലും ചിലപ്പോൾ ശരിയാതെ സേവ് ചെയ്യാതെ, സൂക്ഷിച്ചു വെക്കാതെ ഓൺലൈൻ വാങ്ങിച്ചും സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയും ആഡംബരമായി ജീവിക്കും പണം ചെലവായി കഴിയുമ്പോൾ പ്രായമാകുമ്പോൾ സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ, സേവ് ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെ ആരും തന്നെ അവരെ സഹായിക്കുവാൻ കാണുകയില്ല.
നല്ല കാലത്ത് നല്ലപോലെ ജീവിച്ചു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന മക്കളുണ്ട്. അന്ന് അടിച്ചു പൊളിച്ചില്ലേ. അതുകൊണ്ട് മക്കൾ കൈയൊഴിയുന്ന ധാരാളം കേസുകളുണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രശ്നം. മൂന്നാമതായിട്ട് ഏകാന്തത, ലോൺലിനെസ്. നമ്മൾ പറഞ്ഞു അണുകുടുംബങ്ങളാണ്. രണ്ടുപേരും ഭാര്യയും ഭർത്താവും ജോലി ചെയ്തെങ്കിലേ അവർക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു, ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നു. പിന്നീട് ഈ മാതാവോ പിതാവോ ഒറ്റയ്ക്കാണെങ്കിൽ പ്രത്യേകിച്ച് അവരെ ലോൺലിനെസ്സാണ്. ആരും സംസാരിക്കാനില്ല, ആരും കയറി വരത്തില്ല. ലോൺലിനെസ്, ഈ ലോൺലിനെസ് ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണ്. ആരോട് സംസാരിക്കാനില്ലെങ്കിൽ അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഡിപ്രഷനിലേക്കും ആകുല ചിന്തകളിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ഏകാന്തത അനുഭവിക്കുന്ന ഒരു കൂട്ടരാണ് വൃദ്ധജനങ്ങൾ. പിന്നീട് അവഗണന, ഇഗ്നോർ ചെയ്യുക, പേരൻസിനെ ഇഗ്നോർ ചെയ്യുന്ന ആളുകളുണ്ട്. ചിലപ്പം കൊച്ചുമോടെ കല്യാണം നടക്കാൻ സമയത്തായിരിക്കും അമ്മ അറിയുന്നത് കൊച്ചുമോളെ കെട്ടിക്കാൻ പോവാന്ന്. അവിടെയുള്ള ഡിസ്കഷനോ ഒന്നും ഈ മാതാവിനോടോ പിതാവിനോടോ പറയത്തില്ല. അവർക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. ഒരു മുറിയിൽ കഴിഞ്ഞു കൂടുക, അല്ലെങ്കിൽ ഭക്ഷണം അവിടെ ചെയ്യുന്നിടത്ത് അവിടം വരെ പോയി ഭക്ഷണം കഴിക്കുക. അല്ലാതെ അവരുടെ സ്വകാര്യത്തിൽ ഒന്നും തന്നെ ഇടപെടേണ്ട കാര്യമില്ല. എങ്കിലും അവരോടൊന്ന് പറയുക പോലും ചെയ്യാതെ അവരെ അവഗണിക്കുന്ന മക്കൾ ധാരാളമുണ്ട്. നല്ലൊരു പങ്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഭക്ഷണം കഴിച്ചില്ലേലും നമ്മളെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമുള്ള കാര്യമാണ്, അവഗണന ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ അവഗണന അവർക്കുണ്ടായിരുന്നു. പഴയ കാലത്ത് അവർ അവിടുത്തെ പ്രധാന ആളുകളായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക അങ്ങനത്തെ കാലത്ത് കാരണവർക്ക് പ്രധാന സ്ഥാനം ഉണ്ടായിരുന്നു. പിന്നെയും നമ്മൾ അവരെ പോറ്റി പുലർത്തുന്ന കാലത്ത് നമ്മൾ പ്രധാന ആളുകളായിരുന്നു. അവരുടെ ആ സ്ഥാനം അങ്ങ് പോയിട്ട് അവരാരും ഒന്നുമില്ലാത്ത നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കറിവേപ്പല പോലെ എടുത്തു കളയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അവരെ മാതാപിതാക്കളെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അവഗണന എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മക്കൾ വിവാഹിതരായി കഴിഞ്ഞാൽ, അവർ നിയന്ത്രണം ഏറ്റുകഴിഞ്ഞാൽ, പിന്നീട് അവർക്ക് കിട്ടുന്ന ശമ്പളവും അവരുടെ ഒന്നും ഇവരുടെ മാതാപിതാക്കൾക്ക് അതിനകത്ത് അവകാശമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മക്കളുമുണ്ട്, മരുമക്കളുമുണ്ട്. ഈയിടയിലൊരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്ക് ഒരു സ്ത്രീ വന്നിട്ട് കരഞ്ഞതിന് കാരണം ഇതാണ്. അവർക്ക് വീതം കിട്ടിയ പെൺകുട്ടി ആയിട്ട് കിട്ടിയ വസ്തുവിൽ വീട് പണിതു, ഭർത്താവോടും കൂടെ കഷ്ടപ്പെട്ട് വീട് വെച്ചു, മകൻ വിവാഹിതരായി, ഒരു കുട്ടിയുമായി. ഭർത്താവ് മരിച്ചു കഴിഞ്ഞെ പറയുകയാണ്, അമ്മയ്ക്ക് എൻ്റെ ഭർത്താവ്, ഈ മരുമകൾ പറയാണ്, എൻ്റെ ഭർത്താവ് ഉണ്ടാക്കുന്നത് പണം അമ്മയ്ക്ക് തരാനുള്ളതല്ല, എനിക്കും കുഞ്ഞിനും അവകാശപ്പെട്ടതാണ്. അവരിവിടെ നിന്ന് വിങ്ങി പൊട്ടുകയാണ്. കഷ്ടപ്പെട്ട് വളർത്തി കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞ ഉടനെ അവരെ തള്ളിക്കളയുന്ന ഈ മകനിത് കേട്ടുകൊണ്ട്, അതാ അതിൻ്റെ ഏറ്റവും വിഷമമുള്ള കാര്യം അവർക്ക്. മകനിത് കേട്ടുകൊണ്ട് നിന്നിട്ട് ഈ ഒരക്ഷരം പോലും ആ ഭാര്യയോട് പറഞ്ഞില്ല. എൻ്റെ അമ്മയെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്, നിനക്കത് പറയുവാൻ അവകാശമില്ല എന്ന് പറയുവാനുള്ള ആ സാമാന്യ മര്യാദ പോലും ആ മകൻ കാണിച്ചില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ മകൻ പോലും അവരെ തള്ളിക്കളഞ്ഞു. അത് അങ്ങനെ തള്ളിക്കളയുന്നത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രായമായി കഴിഞ്ഞാൽ സഞ്ചാര സ്വാതന്ത്ര്യം കുറയുക. ഇപ്പം ഞാൻ തന്നെ ഇപ്പം മകളോ ആരെങ്കിലും വന്ന് കൊണ്ടുപോയെങ്കിലേ ഞാൻ പോകത്തുള്ളൂ. പള്ളിയിലാണെങ്കിൽ എനിക്ക് അത്ര വിശ്വസിക്കാവുന്ന ഒരാളുടെ കാറിലേ കയറത്തുള്ളൂ. എന്നെ ഡോറൊക്കെ ഒന്ന് തുറന്ന് വന്ന് ഒന്ന് ഇറക്കുകയോ ഒക്കെ ചെയ്യാൻ. തന്നെ ഓടി നടന്ന ഞാൻ ബസ്സിൽ കയറി 2020 മാർച്ച് 3 വരെ ലാസ്റ്റിൽ മോചനായി പോയ ഞാൻ ഇപ്പോൾ ഒരു കാറിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ചിലപ്പം ഇച്ചിരി പ്രയാസമാണ്, പൊക്കമുള്ള കാറിൽ. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം കുറയുന്നു. വീട്ടിൽ തന്നെ അടിഞ്ഞുകൂടുമ്പോൾ നമ്മളുടെ ചിന്തകൾ പല വിധത്തിൽ
പല സ്ഥലങ്ങളിലേക്ക് പോകും. പ്രത്യേകിച്ച് ഒറ്റയ്ക്കാകുന്ന ഉടനെ പാർട്ട്ണർ പോകുന്നുടനെ അത് വലിയ വിഷമമായി തീരും. അപ്പം സഞ്ചാര സ്വാതന്ത്ര്യം നശിക്കുന്നു, സഞ്ചരിക്കുവാൻ സാധിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു നിരാശ അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. ഈ ഏജ് ഞങ്ങളുടെയൊക്കെ പ്രായത്തിലാണ് ഞങ്ങളുടെ കൂടെ പഠിച്ചവര് ചുറ്റുവട്ടത്തിലുള്ളവരൊക്കെ മരണപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൽ അതിയായ ആശ്രയമില്ലാത്തവര് അവർക്ക് മരണത്തെ ഭയമുണ്ടാകുന്നു. ഇനി അടുത്ത് ഞാനായിരിക്കുമോ എന്ന് ചിലർ പറയും. ഇനിയിപ്പം ഞാനായിരിക്കും അടുത്ത് മരിക്കുന്നത്. അപ്പോൾ ഒരു ഭയത്തോടു കൂടിയാണ് പറയുന്നത്, മരണത്തെ ഭയം, മരണഭയം. ഇങ്ങനെ പലവിധമായ പ്രശ്നങ്ങളാണ് വാർദ്ധക്യത്തിലുള്ളവർ അനുഭവിക്കുന്നത്. അങ്ങനെ വേദനയോടുകൂടി ജീവിക്കുമ്പോഴാണ് ചിലപ്പോൾ മെൻ്റൽ പേഷ്യൻ്റ് വരെ ആയിപ്പോകും. അവർ ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ആങ്ഷ്യസായി പിന്നീട് ചിലർ ഒത്തിരി ആകുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഇട്ടേച്ച് പോകും, എങ്ങനെ മരണഭയം വന്നാലോ ഇതൊക്കെ എങ്ങനെ അങ്ങ് ഇട്ടേച്ച് പോകും എന്നൊക്കെ ഉള്ള ചിന്ത വേണം. അതായത് ചിന്തയുണ്ടാകും. അതായത് ദൈവത്തിൽ അതികുറച്ച വിശ്വാസമില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയം ഉണ്ടാകും. ഇനി അങ്ങനെ എന്താണ് ഇതിന് പരിഹാര മാർഗങ്ങൾ? മൂന്ന് തലത്തിലുള്ള പരിഹാരമാണ് എൻ്റെ മനസ്സിൽ കൂടെ വരുന്നത്. ഞാൻ പറഞ്ഞാൽ ഇതെൻ്റെ ചിതറിയ ചിന്തകളാണ്. ഞാൻ ഇങ്ങനെ എന്നോടൊരു ഒരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചിന്തയിൽ കൂടി പോയി എൻ്റെ അനുഭവത്തിൽ കൂടി വന്ന ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഒന്നാമതായിട്ട് സ്വയം ആയിട്ട് പരിഹാരം കാണാം. ഇപ്പം ഞാൻ വൃദ്ധയാണ്, എനിക്ക് തന്നെ ചില പരിഹാരം കാണാം. രണ്ടാമതായിട്ട് കുടുംബാംഗങ്ങൾക്ക് ചില പരിഹരിക്കാൻ സാധിക്കും. മൂന്നാമത്തെ സഭയ്ക്ക്, നാം ഉൾപ്പെടുന്ന സഭയ്ക്ക് ചില പരിഹരിക്കുവാൻ സഹായിക്കാം. ഒന്നാമത് വൃദ്ധജനങ്ങൾ സ്വയമായിട്ട് എങ്ങനെ പരിഹാരം കണ്ടെത്താം അതാണ് നോക്കുന്നത്. സ്വയമായിട്ട് പരിഹരിക്കാവുന്ന മാർഗങ്ങൾ എന്താണ്? കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്നെ വഴി നടത്തി, എന്നെ ജയവശമായി ദൈവം വഴി നടത്തി എന്നുള്ള വലിയൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ധൈര്യമായിട്ടിരിക്കുന്നത്. തന്നെ താമസിക്കും. തന്നെ എന്ന് പറഞ്ഞ് രാത്രി എനിക്ക് കൂട്ടുകിടക്കാൻ ഒരാൾ വരും. എനിക്ക് അത്യാവശ്യം വരുമ്പോൾ മക്കളെ കൂടെ പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെ നടത്തിയ ദൈവത്തിന് മരണത്തിനപ്പുറം നടത്താൻ ദൈവം പ്രാപ്തനാണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിശ്വാസം വേണം. അങ്ങനെ ഒരു വിശ്വാസമാണ് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഒന്നാമത് പ്രാർത്ഥനയോടുകൂടി ജീവിക്കണം. അതാ എനിക്ക് പറയാനുള്ളത്. പ്രാർത്ഥനയോടുകൂടി ജീവിക്കണം. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 36-ാം വാക്യം മുതൽ നോക്കുമ്പോൾ ഹന്ന എന്ന പ്രവാചകി, അവര് 7 വർഷം ഭർത്താവിനോട് ജീവിച്ചു. 84 വർഷം വിധവയായിട്ട് അവൾ ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. അതായത് അവൾ പ്രാർത്ഥനയോട് ആരാധന ചെയ്തു പോന്നു. ദൈവവുമായുള്ള സംസർഗത്തിൽ അവള് ജീവിച്ചു. അതുകൊണ്ട് അവളൊരു പ്രവാചകിയായിരുന്നു. നമ്മുടെ ഭവനങ്ങൾ ഞാൻ ഈ താമസിക്കുന്ന ഭവനം ഒരാരാധനാലയമായി മാറണം. ഞാൻ തന്നെയുള്ളതിലും പാട്ട് പാടണം, പ്രാർത്ഥിക്കും, ഉറക്കെ പാടും. ആരും കേൾക്കാനില്ലെന്നൊന്നുമല്ല, പാടണം, പ്രാർത്ഥിക്കണം, മറ്റനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ ഒരളവിൽ സമാധാനമായി ജീവിക്കുവാനായിട്ട് സാധിക്കും. ഒരിക്കലും ബെഡ്രിഡനായിട്ടുള്ള ഒരു റിട്ടയർഡ് ടീച്ചർ എന്നോട് ചോദിച്ചു, എന്നെ എന്തിനാ കുഞ്ഞുമോളെ, എന്നെ കുഞ്ഞുമോളെന്നാണ് വിളിക്കുന്നത്, ദൈവം ഇങ്ങനെ വച്ചിരിക്കുന്നത്, എന്നെ കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു,
ഇപ്പോഴാ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സമയം. പണ്ട് ധൃതിയായി സ്കൂളിൽ ഓടിപ്പോയി പൊതിയും കെട്ടി ഓടിപ്പോയപ്പം അങ്ങനെ എല്ലാവർക്കും ഇന്ന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും രോഗികൾക്കും ദുഃഖിതരായിട്ടുള്ളവർക്കും മദ്യപാന രോഗികൾക്കും അവർക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ളൊരു സമയമാണ്. അതിലൊരു പ്രാർത്ഥനയോട് കഴിയണം എന്ന് ഞാൻ അധ്യാപികയോട് പറയുകയുണ്ടായി. അപ്പോൾ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിട്ടുള്ള, പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമുള്ളത്. അതുപോലെ നമ്മുടെ പ്രാർത്ഥന മാത്രമല്ല, അവരവരുടെ കാര്യം ചെയ്യുവാനായിട്ട്, സ്വന്തം കാര്യം ചെയ്യുവാനായിട്ട് നാം പ്രായമുള്ളവർ ശ്രമിക്കണം. കുഞ്ഞുങ്ങളുടെ ബിസി ആയിട്ടുള്ള ലൈഫിൽ അവരോട് പരാതി പറയാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക. മരുന്നെടുത്ത് കഴിക്കാം, സ്വന്തമായി ഭക്ഷണം എടുത്ത് കഴിക്കാം, വെള്ളം എടുത്ത് കുടിക്കാം. അങ്ങനെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നാം പ്രായമുള്ളവർ ധൈര്യപ്പെടണം. സാധാരണ എനിക്ക് അവൾ അത് തന്നില്ല, എനിക്ക് ഇത് തന്നില്ല, ഇങ്ങനെ പരാതിപ്പെട്ടി തുറക്കും, കുറ്റം പറയും, മരുമക്കളെ കുറ്റം പറഞ്ഞ് അവൾ എടുക്കുന്ന തെറ്റ്, അങ്ങോട്ട് ചെയ്യുന്ന തെറ്റ് കുറ്റം പറയും. അപ്പോൾ കുറ്റം പറയരുത്, ആവശ്യമില്ലാതെ വിമർശിക്കരുത്, ക്രിട്ടിസൈസ് ചെയ്യരുത്, ബ്ലെയിം ചെയ്യരുത്. അവരുടെ നന്മ കണ്ടുപിടിക്കുവാനായിട്ട് ഉള്ള ഒരു ശ്രമം. കുഞ്ഞുങ്ങൾ ഇത്ര എന്നെ സഹായിക്കുന്നല്ലോ, ഇത്രയും ബിസി ആയിട്ട് ലൈഫിൽ അവരെന്നെ സഹായിക്കുന്നല്ലോ, അവരുടെ നന്മ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കണം. ഒരു നല്ല വാക്കും പുഞ്ചിരിയും അതിന് മോണിറ്ററികളായിട്ട് വലിയ ബെനിഫിറ്റ് ഇല്ലെങ്കിലും വലിയ വിലയുണ്ട്. ഒന്ന് പുഞ്ചിരിയോടുകൂടി അവരോട് സംസാരിക്കുക, ഇമ്പമായി സംസാരിക്കുക, നല്ല കാര്യങ്ങൾ അവർ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് മരുമകളും മക്കളും നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അതൊക്കെ ചെയ്താൽ അവർക്കും നമ്മളെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള വലിയ ഒരു മനസ്സുണ്ടാകും. കോപം, ക്രോധം, പക, പിണക്കം ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പ്രായമാകുമ്പം അവരെക്കുറിച്ച് കുറ്റം പറയും, അവരെനിക്കത് തന്നില്ല, ഞാൻ എത്രയൊക്കെ അവരെ സഹായിച്ചു, അങ്ങനൊന്നും പറയാതെ, കോപം ഉള്ളിൽ സംഗ്രഹിക്കാതെ ശാന്തമായി ജീവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഫോൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ച് സംസാരിക്കണം. സംസാരിച്ചാൽ ഇപ്പം പ്രായമുള്ളവർ എന്നെ പോലുള്ളവർ ഒത്തിരി സംസാരിക്കുന്നത് നല്ലതാണോ ഇപ്പം ഡോക്ടേഴ്സ് പറയുന്നത്. കൂടുതൽ സംസാരിച്ചാൽ ബ്രെയിനിൻ്റെ വർക്ക് നല്ലവണ്ണം കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ സംസാരിക്കാൻ ഫോൺ ഉപയോഗിക്കാൻ സാധ്യതയുള്ളവർ അതുപയോഗിച്ച് വല്ലവരെയും മറ്റുള്ള വിളിക്കുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയൊക്കെ ചെയ്യാം. വാക്ക്, കുറച്ച് സമയം നടക്കണം, അത് എക്സസൈസ് ചെയ്യണം. എനിക്ക് സാധിക്കത്തില്ല, എനിക്ക് വയ്യ എന്ന് പറയാതെ ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. നടക്കാവുന്ന 10 ചുവടെ നടക്കാനൊക്കത്തില്ല, അത് ചെയ്യണം. 10 മിനിറ്റ് നടക്കാമെങ്കിൽ അങ്ങനെ ചെയ്യണം. വാക്ക്. അതുപോലെ തന്നെ ചിലർക്ക് നല്ലവണ്ണം നല്ല ആസ്തിയുള്ളവരായിരിക്കും, പണമുള്ളവരായിരിക്കും, ചിലർ പണമില്ലാത്തവരായിരിക്കും. പണമുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ചെയ്യേണ്ടത് അത് മുഴുവൻ കൊച്ചുമക്കൾക്ക് കൊടുക്കാതെ, മക്കൾക്ക് മുഴുവൻ ഫിക്സഡ് ഇട്ട് വെക്കാതെ, അതിൻ്റെ ഒരംശം നമ്മളെ സഹായിക്കുന്ന ആളുകളുടെ ആവശ്യമറിഞ്ഞ് അത് ഷെയർ ചെയ്യണം. നമ്മുടെ പള്ളിയിലെ ആവശ്യക്കാർ കാണും, നമ്മളെ പല വിധത്തിൽ സഹായിക്കുന്നവർ കാണും, അവർക്കൊക്കെ ഷെയർ ചെയ്യണം, കൊടുക്കണം. അത് വലിയൊരു നന്മ പ്രവൃത്തിയാണ്. നമ്മുടെ മക്കൾക്ക് ഇഷ്ടം പോലെ കാണും, പിന്നെ അവർക്കിത് കൊടുക്കാതെ അതിൻ്റെ ഒരു ഭാഗം ഷെയർ ചെയ്യണം. ദശാംശം കൊടുക്കുന്നത് നല്ലൊരു രീതിയാണ്. എൻ്റെ ഫാദർ ദശാംശം കൊടുക്കുമായിരുന്നു. അപ്പച്ചനും വെച്ച് ടീച്ചേഴ്സായിരുന്നു. ദശാംശം അവരുടെ കൊടുക്കും. കുരുമുളകും തേങ്ങായും വിൽക്കുമ്പോൾ അതിൻ്റെ ദശാംശം മാറ്റി വെക്കുമായിരുന്നു. അതായത് അത് മറ്റുള്ളവർക്ക് ഒട്ടും മടി കൂടാതെ ഷെയർ ചെയ്യുമായിരുന്നു. എറിക് ഫ്രോം എന്ന സൈക്കോളജിസ്റ്റ് പറയുന്നത്, നിങ്ങൾ പങ്കുവെക്കുന്നില്ല എങ്കിൽ ജീവിക്കുന്നില്ല. അത് നിങ്ങൾ മരിച്ചു പോയതാണ്. അതായത് പങ്കുവെക്കുവാനായിട്ട് ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യണം. ഇതിലേറ്റവും പ്രധാനമായ വേറൊന്ന് നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതാണ്.
ഒരു പ്രായം കഴിഞ്ഞാൽ പണ്ട് ജീവിച്ച പോലെ നാക്കിന് നമുക്ക് രുചിയൊക്കെ ഉണ്ട്, ഇഷ്ടമാണ് കഴിക്കാൻ. പക്ഷേ എല്ലാം കഴിക്കരുത്. നമുക്ക് ദഹിക്കുന്ന പെട്ടെന്ന് ദഹിക്കുന്ന സാധനങ്ങൾ മാത്രമേ കഴിക്കാവൂ. നമ്മൾ ഡയബറ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ ഐസ്ക്രീം കണ്ടാൽ അത് കഴിക്കരുത്. അതിനൊക്കെ ഒരു ചിട്ടയായ ജീവിതം, ഒരു കൺട്രോൾ വേണം ഭക്ഷണം കഴിക്കുന്നതിൽ. അതായത് ജീവിക്കുവാൻ വേണ്ടി മാത്രം കഴിച്ചാൽ മതി, കഴിക്കാൻ വേണ്ടി ജീവിക്കണ്ട. അതാണ് പറയുന്നത്. എൻ്റെ ഫാദർ പറയായിരുന്നു, ആരും കഴിച്ച് രോഗം വരുത്തരുത്. ഇപ്പോഴത്തെ നല്ലവണ്ണം പഥ്യം നോക്കുന്ന ആളായിരുന്നു. കഴിച്ച് അസുഖം വരുത്തരുത്. അതായത് ഭക്ഷണക്രമത്തിൽ വളരെ സൂക്ഷിക്കണം. ഒരു സന്ധ്യ ആയിക്ക് ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് ഭക്ഷണം പ്രായമുള്ളവർ കഴിച്ചിരിക്കണം. അത് കുറേശ്ശെ കഴിക്കുക. ഇഷ്ടമുള്ള സാധനം കണ്ടാൽ മുഴുവൻ കഴിക്കരുത്. ഒരു വ്യക്തിയെ അറിയാം, 300-350 ഷുഗറുള്ള ആള് ഐസ്ക്രീം കണ്ടാൽ എങ്ങനായാലും തിന്നും. ഐസ്ക്രീം കഴിച്ചിട്ട് പോയി ഇച്ചിരി ഇൻസുലിൻ കൂട്ടിയെടുക്കും. അത് വളരെ മഠയത്തരമാണ്. അതുകൊണ്ട് ഭക്ഷണം ക്രമത്തിൽ വളരെ സൂക്ഷിക്കണം പ്രായമുള്ളവർ. അപ്പോൾ സ്വയമായിട്ട് ധാരാളം കാര്യങ്ങൾ പ്രായമുള്ളവർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അത് ചുരുക്കം പറയാൻ, ഞാൻ അങ്ങ് വയസ്സായി, എന്നെ കൊണ്ട് ഇനി ഒന്നും ഒക്കത്തില്ലെന്ന്, റിട്ടയർഡ് ബട്ട് നോട്ട് ടയർഡ്, എനിക്ക് ഇനിയും ഉണ്ട് ഉള്ളൊരു ചിന്തയാണ്. 80 വയസ്സ് കഴിഞ്ഞാൽ മോശ പ്രവർത്തനം തുടങ്ങിയത്. അധികമായി എനിക്ക് പ്രവർത്തിക്കുവാൻ, ഇനിയും എനിക്ക് പ്രവർത്തിക്കുവാനുണ്ട് ഉള്ളൊരു ചിന്ത നമ്മുടെ പ്രായമുള്ളവരുടെ മനസ്സിലുണ്ടാകണം. എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള കുതിപ്പ് ശരിയാവുകയുള്ളൂ. ഇനിയും ഇത് ഞാൻ പറയുന്നത് പ്രായമുള്ളവരെ മാത്രമല്ല, റിട്ടയർ ടീച്ചേഴ്സ് 56 റിട്ടയർ ചെയ്യും, ചില 60, ചില ബാങ്കിൽ വേറൊരു വിധം. ഈ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ റിട്ടയർ ചെയ്യും, ഈ ഓരോ വർഷം കഴിയുന്തോറും അത് കഴിയുമ്പോൾ എൻ്റെ പേയ്മെൻറ്റ് കുറയും. അതായത് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്ലാനിങ് ആവശ്യമാണ്. റിട്ടയർ ചെയ്യുന്നതിനെ കുറിച്ചൊരു പ്ലാനിങ് ആവശ്യമാണ്. എൻ്റെ ഇതിൽ ഒരു 4-5 വർഷം മുമ്പേ അത് പ്ലാൻ ചെയ്യണം. അതുകൊണ്ട് കുറേയൊക്കെ സേവ് ചെയ്ത് വെക്കണം. നമുക്ക് പിന്നെ ഉപകരിക്കാനായിട്ട് പണം സൂക്ഷിക്കണം. ഓൺലൈനെല്ലാം കൂടെ വാങ്ങിച്ചു കൂട്ടി പണം നഷ്ടപ്പെടുത്തരുത്. കടമൊക്കെ വാങ്ങിച്ച് വെറുതെ നമ്മൾ കടക്കാരായി തീരരുത്. അതായത് ജീവിതത്തിൽ ഓരോ വർഷം കഴിയുമ്പോഴും ജീവിതത്തിൻ്റെ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴതിനെ അഭിമുഖീകരിക്കുവാനായിട്ട്, അങ്ങനെ താളം തെറ്റും, ചിലപ്പോൾ എൻ്റെ ഓർമ്മ കുറയും, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തന്നെ റിട്ടയർമെൻറ്റ് വേണ്ടി ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ പണത്തിൻ്റെ ഒരു ഭാഗം ഷെയർ ചെയ്യുക. എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു, ഒരു റിട്ടയർ ചെയ്യുന്നതിന് 3-4 വർഷം മുമ്പ് പറഞ്ഞു, മോളെ ഞാനൊരു സ്പെഷ്യൽ അക്കൗണ്ട് തുടങ്ങാൻ പോവാം. എന്തിനാപ്പച്ചാ? അത് ദശാംശത്തിനൊരു അക്കൗണ്ട് തുടങ്ങാൻ പോവാം. കാരണം എന്നാ, അന്ന് ടീച്ചേഴ്സിന് പെൻഷൻ അധികം കിട്ടത്തില്ല. അന്നേരം സഹായത്തിന് ആളുകൾ വരുമ്പോൾ അന്നേരം എൻ്റെ കൊടുക്കാനൊന്നും കാണത്തില്ല. അതിന് കുറച്ചൊന്ന് മാറ്റിയിടുക. അപ്പോൾ ഒരു പ്ലാനിങ് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ റിട്ടയർ ചെയ്യും എന്നുള്ള ചിന്തയോടുകൂടി പ്ലാനിങ് ആവശ്യമാണ്. ഇതാണ് അവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യം. പ്രാർത്ഥനയോടുകൂടി, പ്ലാനിങ്ങോടുകൂടി നമ്മുടെ വൃദ്ധജനങ്ങൾ അവർക്ക് തന്നെ ചില പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്ക് കുടുംബാംഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. കുടുംബാംഗങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രശാന്തമായ മനസ്സാണ്. അത് സ്നേഹപൂർണമായ ശുശ്രൂഷയുമാണ് പ്രായമുള്ളവർക്ക് ആവശ്യം. അത് ലഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. പൂർണ്ണമായ ശുശ്രൂഷ. എങ്കിൽ മാത്രമേ സമാധാനമായി ജീവിക്കുവാനൊക്കത്തുള്ളൂ. എപ്പോഴും വഴക്കും മല്ലും മദ്യപാനവും
കുറ്റം പറിച്ചുമൊക്കെ വീട്ടിൽ സ്വസ്ഥത ലഭിക്കുകയില്ല. അപ്പം പ്രശാന്തമായ മനസ്സ് വേണമെങ്കിൽ സ്നേഹസമ്പൂർണമായ ശുശ്രൂഷ ലഭിക്കേണ്ടത് അത് വയോജനങ്ങൾക്ക് നൽകുവാനായിട്ട് വീട്ടിലുള്ളവർ, മക്കള്, കൊച്ചുമക്കള്, അവരുടെ അവരുടെ ലാളന ഏറ്റി വാങ്ങിയവർ എല്ലാവരും അതിന് ശ്രമിക്കണമെന്നുള്ളതാണ് അപ്പോൾ പറയാനുള്ളത്. ബൈബിള് പറയുന്നുണ്ട്, നരച്ച തല ശോഭയുള്ള കിരീടമാണ്. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. നീ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ അപ്പനെ അമ്മയും ബഹുമാനം. രാവിലെ പപ്പാ മമ്മിയും ഗുഡ് മോർണിംഗ് പറയുകയല്ല, അവരെ സ്നേഹിക്കുകയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് അതിൻ്റെ അർത്ഥം. അപ്പം ചില കൗൺസിലിംഗുകാരിങ്ങനെ പറയും, വിവാഹത്തിൻ്റെ പ്രസംഗമൊക്കെ പറയുമ്പം അപ്പനെ അമ്മ വീട്ട് ഭാര്യയോട് പറ്റിച്ചേരും അതേ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ ഈയിടെ ഒരു പ്രസംഗിച്ച ഒരു അച്ഛനോട് പറഞ്ഞു, ഇതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും അവരെ സംരക്ഷിക്കണം. അതായത് വാഗ്ദത്തത്തോടുകൂടി ഒറ്റ കൽപ്പനയേ ഉള്ളൂ, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ. നിന്റെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിനക്ക് ഗുണം വരണേ അപ്പനെയും അമ്മയും സംരക്ഷിക്കണം. അത് മനസ്സിലാക്കി ആ ദൈവവചനം മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് മക്കൾക്ക് സാധിക്കണം. അതുകൊണ്ട് അവരെ സ്നേഹത്തോടുകൂടി ലാളനയോടുകൂടി അവര് പ്രായമുള്ളവരെ അനിവാര്യമാണ്, നിങ്ങളുടെ പ്രസൻസ് വളരെ ആവശ്യമാണെന്നുള്ള ചിന്തയോടുകൂടി അവരെ കരുതേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ജോലിക്കാരാണ്, കുഞ്ഞുങ്ങള് ജോലിക്ക് പോകുന്നു, പിന്നെ ഇപ്പം കുടിയേറ്റം നടക്കുന്നു, UK പോകുന്നു, പിള്ളേരെല്ലാം ഇട്ടേച്ച് പോവുകയാണ്. പിള്ളേർ മാത്രമല്ല കുടുംബമായിട്ടും പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾ ഇവിടെ ഒറ്റപ്പെടുക ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ഉത്കണ്ഠ ഏറി വരികയാണ്, വളരെയധികം ഉത്കണ്ഠ ഏറി വരുവാണ്. അവരെ പല കേസസും നമ്മൾ കാണുന്നുണ്ട്. വസ്തുവെല്ലാം വിറ്റേച്ച് പോയി ഇവരെ വൃദ്ധമന്ദിരത്തിലാക്കുന്നു, എയർപോർട്ടിൽ ഇട്ടേച്ച് പോകുന്നൊക്കെയുള്ള ന്യൂസ് കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതെ അവരെ സംരക്ഷിക്കുവാനുള്ള കുടിയേറ്റത്തിന് പോയാലും സംരക്ഷിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് മക്കൾക്ക് ആവശ്യമാണ്. ഈ മാതാപിതാക്കളോട് കൂടെ വന്നിരുന്നൊന്ന് ഇച്ചിരി നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ദൂരെയാണെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് ഫോൺ ചെയ്യുക. അമ്മയ്ക്ക് സുഖമാണോ, അപ്പച്ചൻ കഴിച്ചോ, മരുന്ന് എല്ലാം ഉണ്ടോ, തീർന്നോ, ഞാൻ വന്ന് തരണോ, ഇങ്ങനെ അവരോടൊന്ന് ചോദിക്കുവാനായിട്ട് ഒരു മാനസികാവസ്ഥ മക്കൾക്കുണ്ടാകണം. അവരെ ബർത്ത്ഡേക്ക് ഒന്ന് വിളിക്കുക. ആ വിധത്തിൽ അവരെ സംരക്ഷിക്കുന്നുണ്ട്. യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ് എന്നുള്ള ചിന്ത അവർക്ക് കൊടുക്കണം. മാത്രമല്ല അവർക്ക് ഞങ്ങൾ പരിഗണിക്കുന്നു. അതുപോലെ ഭാര്യയുടെ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും രണ്ടുപേരും ഒരുപോലെ, അവർ രണ്ടുപേരുടെയും മാതാപിതാക്കന്മാരെ ഇവർക്ക് സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഭർത്താവിൻ്റെ വീട്ടുകാരെ മാത്രം പോരാ, ഭാര്യയുടെ വീട്ടുകാരെ സംരക്ഷിക്കാം. അവരെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ കടമയാണ്. ഗസ്റ്റ് വരുമ്പം എന്നോട് ചില പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ചില അച്ഛന്മാരുടെ വീട്ടിൽ തന്നെ ഞാൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആര് വന്നാലും അമ്മമാർ എവിടെയെങ്കിലും ഒരു മുറിയിലിരിക്കും, ആര് വന്നാലും എന്നെ കാണിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ പലരും പറയുന്നത് എന്തോ അവിടെ പ്രസന്റബിൾ ആയില്ലായിരിക്കും എന്തോ, അതായത് അവർക്ക് മറ്റുള്ളവരെ കാണാൻ അവസരം പോലും കൊടുക്കത്തില്ല. അതുകൊണ്ട് അവരുടെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ആ ബോധ്യം അവർക്ക് നൽകുന്നാൽ അവർ കുറെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. പല വീടുകളിൽ ഇത് നടക്കുന്നില്ല. അവര് ഒരു മുറിയിൽ അങ്ങാക്കി അവർ വന്ന് കഴിച്ചു പോവുക. ഭാര്യയും ഭർത്താവും പോലും അവരോട്, അതായത് മകനും മരുമോളും പോലും അവരോട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ് എന്ന് മക്കളോടും പറയണം. എൻ്റെ കല്യാണം കഴിച്ച് വരുമ്പം ഭാര്യയോട് പറയണം, അവരുടെ സ്നേഹം, അവരെന്തുമാത്രം ത്യാഗം സഹിച്ചു, അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഈ നിലയിലാക്കിയത്. ഭാര്യയ്ക്ക്
അവരുടെ പണം ഇഷ്ടമാണ്, ഭർത്താവിൻ്റെ സ്വഭാവം ഇഷ്ടമാണ്. പക്ഷേ ആ നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുത്ത, അതിന് നല്ല വാല്യൂസ് കൊടുത്ത മാതാപിതാക്കളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു കാലമായിപ്പോഴ്. അതുകൊണ്ട് അവരെ ശരിയായ വിധത്തിൽ സംരക്ഷിക്കേണ്ട കടമ, അതായത് കുടുംബത്തിൻ്റെ കടമയാണ്, കുടുംബാംഗങ്ങളുടെ കടമയാണ് ഈ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കുക എന്നുള്ളത്. നമ്മൾ ബൈബിളിൽ 2-3 ഉദാഹരണം പറയാം. ജോസഫ് പിതാവിനെ കൊണ്ടുവന്ന് സംരക്ഷിച്ചു, യേശു മാതാവിന് വേണ്ടി കരുതി. അതുപോലെ തന്നെ എസ്തർ, അവൾക്കൊന്നും കിട്ടുമെന്ന് ചിന്തയില്ലായിരുന്നു. മോവാബ്യ സ്ത്രീയെ റൂത്തിന്റെ കൂടെ പോയാൽ, പക്ഷെ അവൾ ആ അമ്മായിമ്മയുടെ കൂടെ പോയി, അവൾക്ക് നന്മയായി ഭവിച്ചു. ഇനി വൃദ്ധജനങ്ങളും സഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത സഭയ്ക്ക് കാര്യമായിട്ട് ചെയ്യുവാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, ഭവന സന്ദർശനങ്ങൾ അച്ഛൻ നടത്തും, ശുശ്രൂഷകൾ നടത്തും. അപ്പോൾ ഇവരുടെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നല്ല വലിയ ചർച്ച ആണെങ്കിൽ അത് അച്ഛന്മാർക്ക് സാധിക്കത്തില്ല. ഇപ്പോഴത്തെ ഈ ആധുനിക യുഗത്തിൽ പഴയ പോലെ ഹൗസ് വിസിറ്റിങ് നടക്കുന്നില്ല പലയിടത്തും. എന്നാൽ നടക്കുന്നവരുണ്ട്. ഓരോ ഇടവയിലെ എല്ലാ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന അച്ഛന്മാരും ഉണ്ട്. അതുകൊണ്ട് ഈ അച്ഛന്മാർക്ക് തന്നെ സാധിക്കാത്തത് കൊണ്ട് അവിടെ ഒരു കെയറിങ് ആൻഡ് ഷെയറിങ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. അതായത് ആത്മാവും സാക്ഷ്യമുള്ള ആളുകളെ, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിട്ട് ഇവരെ ഫോൺ ചെയ്യുകയും ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് ഓരോ സെൻറ്ററിലെയും ഓരോ ഏരിയയിലെയും ഫോൺ നമ്പർ കളക്ട് ചെയ്തിട്ട് അവരുടെ ലീഡേഴ്സോ അങ്ങനെയുള്ളവരുണ്ടോ ഗ്രൂപ്പിലുള്ളവരോ അവരെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ അച്ഛനോട് പറയുകയും അവർ മീഡിയേറ്ററായിട്ട് അച്ഛൻ്റെ കൂടെ നിന്നിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കണം. പിന്നീട് നമ്മുടെ യുവജനങ്ങളോടും കുട്ടികളോടുമൊക്കെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. കുട്ടികളുടെ ഉത്തരവാദിത്വം, പേരൻസ് സംരക്ഷിക്കേണ്ട ആവശ്യം, ഇതൊക്കെ പഠന ക്ലാസ്സുകൾ വെച്ചിട്ട് യുവന സഖ്യത്തിലും സേവിയാ സംഘത്തിലും ഇളവ് മിഷനും ഒക്കെ ചില സെഷൻ ഒരു ആണ്ടിലൊന്ന് വെച്ചാൽ പോരാ. ഇടയ്ക്കിടയ്ക്ക് ക്രിസ്തീയ കുടുംബവും ഉത്തരവാദിത്വമുള്ള ബോധം ഉള്ള കുട്ടികൾ, കുടുംബത്തിൽ പ്രായമായവരുടെ പ്രശ്നങ്ങൾ, മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം, കുട്ടികളെ എങ്ങനെ വളർത്തണം, ഇങ്ങനെയുള്ള സെഷൻസ് ഉണ്ടാക്കി ഇടവക തലത്തിൽ ചില മീറ്റിങ്ങുകൾ, പഠന ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യണം. ചില സ്ഥലത്ത് ഇപ്പോഴും VBS നടത്തുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. അഡൾട്ട് VBS നടത്തുന്നുണ്ട്. അതൊരു നല്ല കാര്യം. അവർക്ക് അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് ഉണ്ട്. ഞങ്ങളുടെ കത്തീഡ്രലൊരു തോമസ് ആംബുലൻസിൻ്റെ ഒരു സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് തുടങ്ങി. എല്ലാ മാസവും അവർ കാത്തിരിക്കുക, അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ടും കാണാനായിട്ടും കാത്തിരിക്കുക. പണത്തിന് സൗകര്യമുള്ളവരും കാറുള്ളവരും മറ്റവരെ കൂടെ കളക്ട് ചെയ്തുകൊണ്ട് വരും. അവർ പണം കളക്ട് ചെയ്തിട്ട് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യും. അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ അവരെ പരിഗണിക്കുക, സഭയായിട്ട് പരിഗണിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ സഭയായിട്ട് ഞാൻ 1990 ഒരു ഇടവകയിൽ കൺഫർമേഷൻ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം വലിയൊരു ലാർജ് ചർച്ച, മിക്കവാറും ധാരാളം സമയം ഞാൻ കൺഫർമേഷൻ ക്ലാസ് കൊടുക്കും. ആ ക്ലാസ്സിൽ ഫാമിലിയെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരൻസിൻ്റെ ബർത്ത്ഡേ അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ 4 പേര് കയ്യിൽ പോയി. 60 പേരിൽ 4 പേർക്ക് മാത്രമേ അവരുടെ പേരൻസിൻ്റെ ബർത്ത്ഡേ അറിയത്തുള്ളായിരുന്നു. അതായത് അത്രയ്ക്ക് അവർ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. പിന്നെ മാതാപിതാക്കളും നമുക്ക് വേണ്ടി പായസം ഉണ്ടാക്കത്തില്ല, അതുകൊണ്ടുകൂടെ നമ്മുടെ കുഴപ്പങ്ങളും ഉണ്ട്. അപ്പോൾ സഭയായിട്ട് ചില കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വാർദ്ധക്യത്തിലുള്ളവരെ പരിഗണിക്കേണ്ടത് സഭയുടെയും കുടുംബത്തിൻ്റെയും അവരുടെ തന്നെയും കടമയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ മാതൃക വലിയ മാതൃകയാണ്. യേശുക്രിസ്തു ലാസറിന്റെ ഭവനത്തിൽ, കണ്ണുനീർ ഉള്ള ആ ഭവനത്തിൽ പോയി അവരോട് പങ്കുചേർന്നു. കനാവിലെ കല്യാണത്തിൽ അവരുടെ പ്രതിസന്ധിയിൽ അവരെ
അവർക്ക് സാന്ത്വനമേകി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മാതൃക ഭവന സന്ദർശനം, ഭവനത്തിൽ അവരെ പോയി കാണുകയും അവരെ മനസ്സിലാക്കുകയും അവരുടെ വേദനകളും പ്രയാസങ്ങളും നന്മയും തിന്മയും ഒക്കെ മനസ്സിലാക്കി, ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഒരു വിധത്തിൽ ഇതിനൊക്കെ പരിഹാരം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ 3 കാര്യം ഞാൻ പറഞ്ഞത്. ഒന്ന്, അവർക്ക് തന്നെ എങ്ങനെ ചെയ്യാൻ സാധിക്കും, കുടുംബത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും, സഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഷെയറിങ്, കെയറിങ്, അവർ പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക. അതായത് നമ്മുടെ ഭവനം ഒരാലയമായി മാറുമ്പോൾ, അവിടെ സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടാകുമ്പോൾ അവിടെ വസിക്കുന്ന പ്രായമുള്ളവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകും. നേരെ മറിച്ച് വഴക്കും എപ്പോഴും കംപ്ലൈൻറ്റും പറയുകയാണെങ്കിൽ അവിടെ ഒരിക്കലും സമാധാനം ഉണ്ടാകരുത്. നമ്മുടെ കുടുംബങ്ങൾ ഒരു ആലയമായി മാറട്ടെ, അവിടുന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ക്രിസ്ത്യൻ വാല്യൂസ് കണ്ടുപഠിക്കട്ടെ, അവർ മാതാപിതാക്കളെയും പ്രായമുള്ളവരെയും സംരക്ഷിക്കുവാൻ തയ്യാറെടുക്കട്ടെ. ദൈവം അതിനുവേണ്ടി നമ്മെ സഹായിക്കട്ടെ. ഇത്രയും അവസരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നതിന് നന്ദി. Thank you, Kochma, for giving the meaningful sharing. കൊച്ചമ്മയുടെ വളരെ അർത്ഥവത്തായ ജീവിതഗന്ധിയായ ക്ലാസ് നൽകി തന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൊച്ചമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രായോഗികവും നമ്മൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൊച്ചമ്മ പ്രാധാന്യം നൽകി നമ്മളെ അതെല്ലാം ഓർമ്മിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. സ്വന്തം അനുഭവത്തിലൂടെയും ഇത്രയും നാളുമുള്ള സഭയും സമൂഹവുമായുള്ള ബന്ധത്തിലൂടെയും അത് നന്നായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് കൊച്ചമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കൊച്ചമ്മ പറഞ്ഞതിൽ ഇതിൻ്റെ പരിഹാര മാർഗങ്ങളെ പറ്റിയാണല്ലോ നാം പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ടത്. നമുക്കെല്ലാം അവർ പ്രായമുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒട്ടുമുക്കാലും അറിയാവുന്ന വിഷയങ്ങളാണ്. എന്നാൽ അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് ക്രിയാത്മകമായ 3 മാർഗങ്ങളാണ് കൊച്ചമ്മ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയത്. ഒന്ന്, സ്വയമായി നമ്മുടെ ഇടപാടുകളിൽ, സംസാരങ്ങളിൽ, അപ്രോച്ചിലൊക്കെ ഉണ്ടാകേണ്ടതായിട്ടുള്ള വ്യത്യസ്തമായ നിലപാടുകൾ അത് പരിഹരിക്കുന്നതോടുകൂടെ നമുക്ക് കുടുംബത്തിൽ തന്നെ നമ്മൾ അവരുടെ കുടുംബത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്നുള്ള ധാരണ, മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ ഏകാന്തതയും ഒക്കെ സ്വാഭാവികമായിട്ടും പ്രായാധിക്യത്തിൽ നമുക്ക് ഉണ്ടാകുന്നതാണെങ്കിലും അതിനെ സ്വയം നിയന്ത്രണത്തിലൂടെ അതിനെ ഇല്ലാതാക്കുവാനായിട്ട്, അതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനായിട്ട് നാം ശ്രമിക്കുന്നതിലൂടെ നമുക്ക് അതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊച്ചമ്മ വരച്ചു കാട്ടി. രണ്ടാമത് കൊച്ചമ്മ പറഞ്ഞത് കുടുംബാംഗങ്ങളുടെ സഹകരണം, അതിന് ക്ലാസ്സുകൾ നടത്തിയും മറ്റുള്ള കാര്യങ്ങളിലൂടെ പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും പ്രത്യേകം ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ ആ രീതിയിൽ പ്രായമുള്ളവരുമായിട്ടുള്ള ഒരു സൗഹൃദം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതും കൊച്ചമ്മ പറഞ്ഞു. മൂന്നാമതായിട്ട് കൊച്ചമ്മ പറഞ്ഞ് സഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റിയാണ്. രണ്ടാമത് കൊച്ചമ്മ പറഞ്ഞ കുടുംബാംഗങ്ങളുടെ സ്നേഹമായ ഇടപെടൽ ഉണ്ടെങ്കിൽ അവരെ അത്തരത്തിൽ പ്രായമുള്ളവരെ ബഹുമാനിക്കുവാനും കരുതുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണെന്നുള്ള ബോധം കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് കൊച്ചമ്മ പറഞ്ഞ് ഇടവയ്ക്ക് അഥവാ സഭയ്ക്ക് ഈ ഒരു മെസ്സേജ് പ്രായമുള്ളവരെ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്നും അത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നവർ തുടർന്നും അങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെപ്പറ്റിയൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനും ഇതിലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഭയ്ക്ക് അഥവാ ഇടവയ്ക്ക് സാധിക്കുമെന്നുള്ളതിന് അതിന് കർത്താവിൻ്റെ ഉദാഹരണമൊക്കെ ഭവന സന്ദർശനത്തിലൂടെയും മാർത്തയുടെയും മറിയുടെയും ഭവന സന്ദർശനത്തിലൂടെയും അതുപോലെയുള്ള ഇടപെടലുകളിലൂടെ കർത്താവിന് വേണ്ട മാതൃകകളെ കാട്ടിത്തന്നു എന്നുള്ളതും കൊച്ചമ്മ വളരെ ലളിതമായ അർത്ഥവത്തായ രീതിയിൽ നമ്മളെ ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നതിനായിട്ട് കൊച്ചമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതിന് അതിയായ സന്തോഷമുണ്ട്. അവരവർ തന്നെ അവരവരുടെ
വാർദ്ധക്യത്തെ പറ്റി ബോധ്യത്തോടുകൂടെ ഒരു മുൻ പ്ലാനിങ്ങോടുകൂടെ അതിനെ അഭിമുഖീകരിക്കുവാനായിട്ട് ഒരുങ്ങേണ്ടതാണെന്നും അത് സാമ്പത്തികമായിട്ടുള്ള കഴിവിനനുസരിച്ച് ഭദ്രതയും വ്യക്തിബന്ധങ്ങളിൽ ഊട്ടിയുറപ്പിക്കുന്നതിലൂടെയും ഒക്കെ നമുക്കതിനെ സാധിക്കുമെന്ന് കൊച്ചമ്മ നമ്മോട് പങ്കുവെച്ചു. കൊച്ചമ്മ പറഞ്ഞതിനെ പറ്റി നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നതിനും അതോടൊപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ചേരാത്തത് വിയോജിപ്പുണ്ടെങ്കിൽ അതിന് പറയുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അതിനു മുമ്പായി ഇപ്പോൾ അനൗൺസ്മെന്റിനായിട്ട് വിൽസൺ കരിമ്പന്നൂർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു കൊച്ചമ്മ. അടുത്ത ആഴ്ചത്തെ വെബിനാറിനെ പറ്റിയുള്ള അറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത്. അടുത്ത ശനിയാഴ്ച രാത്രി, അതായത് ജാനുവരി 17 രാത്രി 8:30 വെബിനാറ് ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും ആയിരിക്കും നടക്കുന്നത്. പുതിയതായിട്ട് വന്നിട്ടുള്ളവരെയാണ് ഞാൻ അത് ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത ആഴ്ച വെബിനാറിലെ ന്യൂനപക്ഷങ്ങൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളി എന്നുള്ള ഒരു വിഷയമാണ്. അത് അവതരിപ്പിക്കുന്നത് ജെയിംസ് ഒറീസയാണ്. നിങ്ങൾക്ക് പലർക്കും ജെയിംസ് ഒറീസിനെ അറിയാം. നമ്മുടെ മിക്കവാറും വെബിനാറിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. സൈറസ് സാറിന്റെ കൂടെ, അഡ്വക്കേറ്റ് സൈറസ് സാറിന്റെ കൂടെ വർഷങ്ങള് ഒറീസയിലെ വില്ലേജുകളിൽ പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തിയാണ് ശ്രീ ജെയിംസ് ഒറീസ്. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിലും ഇന്ന് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളിയെ പറ്റി അദ്ദേഹത്തിന് നമ്മളെക്കാളൊക്കെ ഒത്തിരി കൂടുതൽ കാര്യങ്ങൾ പറയാനും അനുഭവിച്ചിട്ടുമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ചയില് ഇപ്പൊ നമ്മൾ തുടർച്ചയായിട്ട് ന്യൂ ഇയറിന്റെ ആരംഭത്തില് ക്രിസ്മസ് തൊട്ട് പുതുവർഷത്തിന്റെ മോട്ടിവേഷനും കമ്മിറ്റ്മെന്റുകളും ഒക്കെ ആയിരുന്നു. ഇന്ന് വൃദ്ധരെ വയോധികർക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഇനി ചില രാഷ്ട്ര വിഷയങ്ങൾ എടുക്കാമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് അടുത്ത ആഴ്ച 8:30 ഈ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളി എന്ന വിഷയത്തില് ശ്രീ ജെയിംസ് ഒറീസ വിഷയം അവതരിപ്പിക്കുന്നതാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു കൊച്ചമ്മ. അപ്പൊ ഇനി നമുക്കുള്ളത് കൊച്ചമ്മ പറഞ്ഞ ക്ലാസ്സിനോട് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ നമുക്ക് പറയുന്നതിനും അതിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതിനുമുള്ള അവസരമാണ്. അതിന് നമ്മൾ സിസ്റ്റത്തിൽ കൈ ഉയർത്തിയാണല്ലോ നമുക്ക് അതിൻ്റെ പ്രയോറിറ്റി നമ്മൾ നിശ്ചയിക്കുന്നത്. അതിനെ ശ്രദ്ധയോടെ പേരുകൾ വിളിക്കുന്നതിനായിട്ട് ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറിനെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇപ്പോഴേ ഫിലിപ്പ് കല്ലട സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാനും ചെയ്തിട്ടുണ്ട്, ജോസ് സാർ ചെയ്തിട്ടുണ്ട്. ഫിലിപ്പ് കല്ലട സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സൂം മീറ്റിങ്ങിൽ ഡോക്ടർ അന്നമ്മ കൊച്ചമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തവും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. പലപ്പോഴും നാമൊക്കെ ഇത് കേട്ടിട്ട് ഉഴപ്പിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കും. പക്ഷേ പലപ്പോഴും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം. എനിക്ക് 1-2 ചെറിയ സംശയങ്ങളാണുള്ളത്. കൊച്ചമ്മ പറഞ്ഞത് നമ്മുടെ സഭയെ സംബന്ധിച്ചും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചുമുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. നല്ല കാര്യം തന്നെ. പക്ഷെ അതുമാത്രമല്ലല്ലോ നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് പലപ്പോഴും വിവിധ ജാതി മതങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മുടെ പ്രവർത്തനം എപ്പോഴും. അവരൊക്കെയും നാം പറയുന്ന പോലെ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നവരല്ല. അവരെ കൂടെ കൈപിടിച്ച് ചേർത്തില്ലെങ്കിൽ നമുക്കൊരിക്കലും മുൻപോട്ട് ഒരുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പോകാൻ സാധിക്കുകയില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിലൊന്നാമത്തെ കാര്യം ദാരിദ്ര്യമാണ്, പണമില്ലായ്മയാണ്. 60, 70, 80 വയസ്സായിട്ടും ജോലി ചെയ്തും മറ്റുള്ളവരുടെ വീട്ടിൽ കൂലിപ്പണി ചെയ്തും ഒക്കെ ജീവിക്കുന്ന അനേക കുടുംബങ്ങൾ എല്ലായിടത്തുമുണ്ട്. അവരെ കൈത്താങ്ങി നടത്തുവാൻ നമ്മുടെ സർക്കാരിന് ഒരിക്കലും സാധിക്കുകയില്ല. അവരെ തഴയുകയാണ് ചെയ്യുന്നത്. നാമും അവരെ തഴയുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം. അതൊരിക്കലും സമൂഹത്തിന് നല്ലതല്ല. രണ്ടാമത്, ഈ സമൂഹത്തിൽ ഒരു പ്രായം കഴിയുമ്പോൾ കൊച്ചമ്മ പറഞ്ഞ പോലെ നിരാശയിലാണ്ട് പോകുന്ന ജീവിതങ്ങൾ ഒരുപാടുണ്ട്. ഈ നിരാശയിലാണ്ട് പോകുന്നവർ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കാണുന്ന ഒരു കുറുക്കുവഴിയാണ്
പണ്ട് കാലത്ത് കരട് കുടിച്ചാണ് സന്തോഷിച്ചിരുന്നത്. ഇന്നിപ്പോൾ അത് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. നാം അറിഞ്ഞോ അറിയാതെയോ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തെ ചേർത്ത് പിടിക്കുവാൻ, അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി വീണ്ടും സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്, രാഷ്ട്രീയ ശത്രുത നമ്മുടെ രാജ്യത്ത് അത്യന്തം അപകടകരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശത്രുത മൂലം ഒരു വിഭാഗത്തിലുള്ളവർ പണക്കാരായിരിക്കാം, അവർ മറ്റുള്ളവരെ അവഗണിക്കുന്ന ഒരു അനുഭവമുണ്ട്. അത് നമുക്ക് സങ്കടകരമായ ഒരു അനുഭവമാണ്. പല വിഭാഗത്തിൽപ്പെട്ടവരെ ഒരുപോലെ കാണാതെ ഞങ്ങളെല്ലാവരും വലിയ പണക്കാർ, ഞങ്ങളുടെ അടിമകളാണ് മറ്റുള്ളവർ എന്നുള്ള ചിന്ത സമൂഹത്തിലുണ്ട്. നമ്മൾ ക്രിസ്ത്യാനികൾക്കല്ല. ആ സമൂഹത്തെ നമുക്ക് ചേർത്ത് പിടിക്കുവാൻ എന്ത് ചെയ്യുവാൻ സാധിക്കും? മൂന്നാമത്തെ കൊച്ചൻ പറഞ്ഞ പോലെ രോഗത്താൽ മറവി സംഭവിച്ച് വീടേതെന്നറിയാതെ വഴിയെ അലഞ്ഞു നടക്കുന്ന പലരെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് അങ്ങനെ ഒരു സ്ഥിതിയെക്കുറിച്ച് പറയുന്നത് കേട്ടു. അങ്ങനെയുള്ളവരെ നമുക്ക് ചേർത്ത് പിടിക്കുവാനുള്ള സാഹചര്യം എങ്ങനെയാണ്? മറവി രോഗം, അതുപോലെ തന്നെ ആരാണ് സ്വന്തക്കാരെന്നറിയാൻ പാടില്ലാതെ പോവുക, പേര് മറന്നു പോവുക, ഇങ്ങനെയുള്ളവരൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒന്നോ രണ്ടോ ചെറിയ സംഘടനകൾ നമ്മുടെ രാജ്യത്ത് കാണും, നമ്മുടെ നാട്ടിൽ കാണും. അവരെ നമുക്ക് സഭയായിട്ടോ വ്യക്തികളുമായിട്ടോ കുടുംബമായിട്ടോ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു ചിന്ത എന്നെ സംബന്ധിച്ച് കുറേ കാലങ്ങളായിട്ടുണ്ട്. അവരെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കൊച്ചുമതിന് ചെറിയൊരു ആൻസർ പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ഈ 3 ചോദ്യങ്ങളും ഉത്തരം പറഞ്ഞാൽ മതി. താങ്ക് യു. അല്ല, ഇത് എല്ലാവരും പ്രബുദ്ധരായിട്ടുള്ളവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ശാന്ത കൊച്ചമ്മ ഇതിനകത്ത് വളരെ എന്നേക്കാൾ അറിവുള്ള ആ ലെവലിൽ അറിവുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അല്ല, എനിക്ക് എന്നെ മതിച്ച കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സൊല്യൂഷൻ പറയാനില്ല. അത് വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ചിതറിയ ചിന്തയാണ്. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു, എല്ലാവർക്കും ആഡ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ തുടങ്ങിയപ്പോഴേ അത്. അപ്പം ഒന്ന്, മദ്യം മയക്കുമരുന്നിന്റെ പ്രശ്നമാണ്. അത് ഞാൻ ഒത്തിരി ഡീൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഓരോ സമയം മോചനാപോലെടുത്ത് ഡീൽ ചെയ്യാം. മറ്റേത് ഞങ്ങളുടെ അടുത്തുള്ള ഹിന്ദുക്കൾ, അവരുമായിട്ട് ഞാൻ വളരെ സൗഹൃദത്തിൽ. അപ്പം നമ്മൾ സൗഹൃദം കീപ്പ് ചെയ്യണം. അവരുടെ ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മളത് അവരെ മാറ്റി നിർത്തരുത്. അവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് ചെയ്യാവുന്നത് ചെയ്യണം. അത് ചെയ്യുന്നുണ്ട്. അത് നമ്മളെല്ലാവരും ഒരുവിധം ബോധമുള്ള എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൽ ആർക്കെങ്കിലും ഇതിന് ആൻസർ കൊടുക്കാമെന്ന് ചെയ്യാൻ ഞാൻ പറയുന്നു. അല്ലെ സാറിന് തന്നെ അതിന് സൊല്യൂഷൻ പറയാം. സ്വയമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം. മറ്റുള്ളവരെ സ്നേഹിക്കുക, നമുക്കിടെ കൊടുക്കാൻ ഒരുപാട് കൊടുക്കാനുള്ള ഉള്ളതിൽ കൊടുക്കുക, മറ്റുള്ളവരെ സഹകരിപ്പിക്കുക. ഐക്യറാഷ്ട്രത്തിൽ താമസിക്കുന്നത് ഞങ്ങൾ വരും വളരെ സൗഹൃദമായിട്ടാണ്. അവരുടെ ആവശ്യങ്ങൾ വന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും. എൻ്റെ ആവശ്യം അവരും തരും. വളരെ നല്ലൊരു അയൽ ഗ്രൂപ്പായ ഞാൻ താമസിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനോട് ചേർത്തപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായം പറയുന്നതിനോട് ചേർത്ത് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഒരു 7 വർഷത്തിൽ കൂടുതലായിട്ട് ഒരു വൃദ്ധസദനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനോട് ചേർന്ന് എനിക്ക് ചേർത്ത് പറയുവാനുള്ളത്, കൊച്ചമ്മ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു മറ്റുള്ള വൃദ്ധസദനങ്ങളെ കൊണ്ട് തഴയുന്ന അനുഭവമുണ്ട് എന്നുള്ളത്. അത് ഈ തഴയുന്നെന്നുള്ള വാക്ക് തന്നെ ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ട് മുൻകിടയിലുള്ളവർക്ക് പെയ്ഡ് ഹോംസ് ഉണ്ട്. അതും അവരുടേതായിട്ടുള്ള സാഹചര്യം വെച്ച് നോക്കുന്ന ഉടനെ മക്കൾക്ക് ജോലി തേടി പോകാതിരിക്കുവാനായിട്ട് സാധ്യമല്ല. അവരുടെ തലമുറകളെ രൂപപ്പെടുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ പെയ്ഡ് ഹോമിൽ കൊണ്ട് മാതാപിതാക്കളെ താമസിപ്പിക്കാറുണ്ട്. അത് വേണ്ട എന്ന് പൂർണ്ണമായിട്ട് പറയാൻ സാധ്യമല്ല. കാരണം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഗൾഫ് അല്ലാത്ത രാജ്യങ്ങളിലൊക്കെ കാലാവസ്ഥയൊക്കെ മാതാപിതാക്കന്മാരെ കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്ന് പറയുന്നത് അവർക്ക് ആ കാലാവസ്ഥയൊക്കെ പിടിക്കത്തില്ല. അവർക്ക് അടച്ചിട്ട മുറികളിൽ ഫ്ലാറ്റിലൊക്കെ ഇരിക്കുന്നത് അവർക്ക് ദുസ്സഹമായിട്ടുള്ള അനുഭവമാകുമ്പോൾ അവർ നാട്ടിൽ, അഥവാ ഒരു ഓൾഡ് ഏജ് ഹോമിലാണെങ്കിൽ പോലും അവരുടെ സ്വന്തക്കാർക്കോ നാട്ടുകാർക്കോ ഒക്കെ വല്ലപ്പോഴും അവരെ വന്ന് കാണുന്നതിന്, സന്ദർശിക്കുന്നതിനുള്ള ഒരു അവസരം അതിലൂടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട്
പെയ്ഡ് ഹോംസ് എന്ന് പറയുന്നത് അതിൽ തന്നെ ദോഷകരമായിട്ടുള്ള ഒരവസ്ഥ ആണെന്ന് പറയുവാനായിട്ട് സാധ്യമല്ല. രണ്ടാമത് പെയ്ഡ് അല്ലാത്തതായിട്ടുള്ള ഡെസ്റ്റിറ്റ്യൂട്ട് ഹോംസ്, അങ്ങനെയുള്ള ഒരു ഹോമിന്റെ ചുമതലയാണ് ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞങ്ങൾക്കറിയാം, അവിടെ പല വീടുകളിലും വളരെ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്നവരാ, പലരും ഡിമെൻഷ്യ ഉള്ളവരാ. അവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഈ പിന്നെ മകനോ മകൾക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഇവരെ നോക്കി തന്നെ കാത്തുകെട്ടി വീട്ടിലിരിക്കുവാനായിട്ട് സാധ്യമല്ല. അവർക്ക് അടച്ചുറപ്പുള്ള വീടുകളോ മതിൽക്കെട്ടുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ വീട് വിട്ട് ഇറങ്ങിപ്പോകും. ചിലപ്പോൾ റോഡിൽ പോയി വണ്ടി ഇടിച്ചായിരിക്കും അവരുടെ അന്ത്യം സംഭവിക്കുക, അല്ലെങ്കിൽ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ളവർ ചിലപ്പോൾ വീട്ടുകാരും ഉണ്ടെന്ന് അവിടെ ആക്കാറുണ്ട്. അവരൊക്കെ സാമ്പത്തികമായിട്ട് പിന്നെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളാണ്. അല്ലെങ്കിൽ അവരുടെ വാർഡ് മെമ്പേഴ്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ RDO ആയിരിക്കും, സാമൂഹ്യ നീതി വകുപ്പായിരിക്കും, അല്ലെങ്കിൽ അലഞ്ഞു കിടക്കുന്നവരെ കൊണ്ടുവന്ന് പോലീസുകാരായിരിക്കും ഞങ്ങളെ കൊണ്ട് ഏൽപ്പിക്കുന്നത്. ചിലരെയൊക്കെ വീട്ടുകാരറിഞ്ഞ് വന്ന് കൂട്ടിക്കൊണ്ട് പോകും. അവർക്ക് നാണക്കേടാണല്ലോ എന്ന് കരുതി അവിടെ ഉള്ള സാഹചര്യത്തിൽ വളർത്താനായിട്ട് അവര് ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ലഭിക്കുന്ന അത്രയും നല്ല ഭക്ഷണമോ ജീവിത സൗകര്യങ്ങളോ മരുന്നോ നേഴ്സിംഗ് കെയറോ ഒന്നും അവർക്ക് അവരുടെ സ്വന്തം ഭവനത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമായി സാമ്പത്തികമായി പിന്നോക്കമുള്ളവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സദനങ്ങള് ഒരു പരിധി വരെ സഹായകരമാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയുവാനായിട്ട് ഉള്ളത്. എന്നാൽ എന്തെങ്കിലും സാഹചര്യമുണ്ട് നോക്കാൻ, സാമ്പത്തികമുണ്ട്, വീട്ടിൽ അവരെ നോക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ട് സാധിക്കുമെന്നുള്ള ആളുകൾ അത്തരത്തിൽ ചെയ്യുന്നത് വളരെ സഹായകരമായിരിക്കും. എന്നാൽ കൊച്ചമ്മ സൂചിപ്പിച്ചതുപോലെ അവരെ ചേർത്ത് പിടിക്കാനായിട്ട്, അവരെ ഏതെങ്കിലും ഒരു മുറിയിൽ അടച്ചിട്ട് മനുഷ്യർ കാണാതെ അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകാതെ സ്നേഹം കൊടുക്കാതെ സംരക്ഷിക്കുകയല്ല. പക്ഷെ അവരെ വളർത്തിയ മാതാപിതാക്കളാണ്, അവർക്ക് വേണ്ടി കഷ്ടം സഹിച്ചവരാണ്. അവരെ ഉത്തരവാദിത്വപൂർവ്വം നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. കുഞ്ഞുങ്ങളെ ഗ്രാൻഡ് പേരൻസിനെ സ്നേഹിക്കുവാനും കരുതുവാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭവനത്തിൽ തന്നെ പാർട്ടിയാണ് നല്ലത്. ഞാൻ അഭിപ്രായം കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് എൻ്റെ അഭിപ്രായം ഇവിടെ. താങ്ക് യു. കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. അല്ല, എന്റെ മനസ്സിൽ വന്ന ഇത് ലാർജ് സ്കെയിലാണ്. ഈ വൃദ്ധഭവനങ്ങളും ഇങ്ങനെ പെയ്ഡ് ഹോം ഇന്ന് അനിവാര്യം. അവർ UK പോയി അവർക്ക് വരാൻ ഒക്കുന്നില്ല. അപ്പം തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്, നല്ല സംരക്ഷണം കിട്ടുന്നുണ്ട്. എന്നാൽ ഇവിടെ നാട്ടിൽ എന്റെ മനസ്സിൽ വന്ന ഇവിടെ നാട്ടിൽ സുഖമായി താമസിക്കുന്ന മക്കൾ പോലും കൊണ്ട് ആക്കുന്നതാണ് ഖേദകരമായിട്ടുള്ളത്. ഇന്നലെ ഒരു കേസ് കണ്ടു. പിന്നെ ഒരു നടിയുടെ അമ്മ കൊണ്ട് ഓച്ചിറ കൊണ്ട് ഗുരുവായൂർ കൊണ്ട് കളയാന്ന് പറഞ്ഞ് നടി അമ്മയുടെ കൂടെ പോയി പിന്നെ പുനലൂർ പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ താമസിക്കുന്നു. ഭർത്താവിനെയും മക്കളെയും വിട്ടിട്ട് അമ്മയെ കളയത്തില്ലെന്ന് പറഞ്ഞു. ഇന്നലെ ഒരു കേസ് കേട്ടു. ഓക്കെ, താങ്ക് യു. അടുത്തത് ജോസ് തോമസ് സാറ്. താങ്ക് യു. ഡോക്ടർ അന്നമ്മ കൊച്ചമ്മ വളരെ ഭംഗിയായിട്ട് വിശദമായിട്ട് അനുഭവത്തിലൂടെയൊക്കെ നമ്മൾക്ക് ക്ലാസ് എടുത്തു. അതിനുള്ള അഭിനന്ദനം അറിയിക്കട്ടെ. എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, കൊച്ചമ്മ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു മനോഭാവം, അതിനെപ്പറ്റി പറഞ്ഞല്ലോ. പ്രായമുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഈ വെബിനാറിലുള്ളവർ തന്നെ നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലോ. പ്രായമാകും തോറും നമ്മളെ തന്നെ അതിനുവേണ്ടി ഒരുക്കുന്ന ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞതിന് കാരണം, കുഞ്ഞുങ്ങളെ നോക്കണം എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ്. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തവരാ. ചണ്ഡീഗഡിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന. USAയുടെ സ്റ്റാഫ് വർക്കറായിട്ട്. എനിക്ക് തിരിച്ചു വരാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കാനായിരുന്നു എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. പക്ഷേ എൻ്റെ മദറിന് വേണ്ടിയാണ് ഞങ്ങൾ 5 വർഷം മുമ്പേ നാട്ടിലേക്ക് വരികയും അമ്മയെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു അവിടെ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന എൻ്റെ കുറെ ഫ്രണ്ട്സിനെ എനിക്കറിയാം. എല്ലാം വിട്ടിട്ട് വരുന്ന കുറെ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ പ്രായമാകുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, ഈ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മളൊന്ന് മാറിക്കൊടുക്കാനായിട്ടുള്ള പ്രിപ്പറേഷനും കൂടെ നല്ലതായിരിക്കും. കാരണം ഇതുവരെ ഫൈനാൻസ് മാനേജ് ചെയ്തു, വണ്ടി ഓടിച്ചു, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു, കിച്ചന്റെ ഇൻചാർജ് ആയിട്ടായിരുന്നു. എന്നാൽ അത് മക്കൾക്ക് കൈമാറുന്ന ഒരു മനോഭാവം കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണ്ടേ, അതൊന്ന് ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പൊ അവരെ കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിൽ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ
ഫാഷനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയോ ഒക്കെ എപ്പോഴും കുറ്റം പറയുന്ന ഒരു മനോഭാവം നമ്മുടെ പ്രായമുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ആ ഭാവം നമ്മൾ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. അവരെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവം. പിന്നെ ഉള്ള ഒരു ചിന്ത, എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് ചർച്ചിലെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ മരിച്ചുപോയി. അപ്പൊ ഞാൻ ആ വീട് വിസിറ്റ് ചെയ്ത സമയത്ത് ആ അമ്മ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇനി ആരുണ്ട് എൻ്റെ കൂടെ, ഇവൻ അങ്ങ് പോകും, അവൻ ഗൾഫിലാണ്. അപ്പോൾ അവിടെ നിന്ന് പറയുന്നത് ദൈവം നോക്കിക്കോളും എന്നൊക്കെ പറയാനേ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ സെർവനെ ആക്കുന്നു. പിന്നെ രോഗം കൂടുമ്പോഴോ അല്ലെങ്കിൽ മരണം സംഭവിക്കുമ്പോഴോ ഒക്കെയാണ് അങ്ങനെയുള്ള ആളുകൾ വരാൻ സാധ്യതയുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ട്. അതിപ്പോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള സെന്റേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അവരെ കെയർ ചെയ്യുന്ന സെന്റേഴ്സ്, അതെങ്കിൽ സഭയായിട്ട് നമുക്ക് അങ്ങനെയുള്ള സെന്റേഴ്സിലൂടെ അവരെ സഹായിക്കുന്ന നല്ലതായിരിക്കും. ഇങ്ങനെ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സാറ് പറഞ്ഞ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. നടക്കാൻ വയ്യാലും അരി അളന്നു കൊടുക്കുന്ന അമ്മമാരുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ നോക്കിയില്ലയോ, ഇവനിപ്പം വലിയ ആളായോ, അതല്ല. അതായത് അവരെ കംപ്ലീറ്റ് ഏൽപ്പിച്ചിട്ട് മാറിയിരുന്ന് അവരെ സഹായിക്കുക, അവർ ചെയ്യുന്ന അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് പ്രായമുള്ളവർ ചെയ്യേണ്ടത്. അടുത്തത് കൈപൊക്കിയിരിക്കുന്ന ഞാൻ തന്നെയാണ്. സംസാരിക്കട്ടെ കൊച്ചമ്മേ? ഓക്കെ ഓക്കെ. ഞാൻ ആദ്യമേ ഇന്നത്തെ പ്രഭാഷണം എനിക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ശ്രമിച്ചത്. കാര്യം 83 വയസ്സുള്ള ഒരാള് അച്ഛമ്മ പറഞ്ഞു, ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ കാര്യങ്ങൾ പറയും, നിങ്ങൾ അത് കൂട്ടി യോജിപ്പിച്ചോണം എന്നൊക്കെയാ പറഞ്ഞെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് അടുക്കും ചിട്ടയോടുകൂടി വിഷയം അവതരിപ്പിച്ചു. അതിന്റെ പ്രശ്നം എന്താണെന്ന്, പ്രതിവിധി എന്താണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിഷയം അവതരിപ്പിച്ചു. ഞാൻ കൊച്ചമ്മയെ അഭിനന്ദിക്കുന്നത്. കാര്യം ഈ പ്രായത്തില് ഇങ്ങനെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും അഭിനന്ദനമാണ്. പക്ഷേ അതേ സമയത്ത് ഞാൻ അല്പം കുറ്റബോധത്തോടു കൂടിയായിരുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ കൊച്ചമ്മ ഞങ്ങളുടെ വെബിനാറിൽ ഇത്രയും നാള് കൂടെ ഉണ്ടായിട്ട് ഇതിനു മുമ്പേ എനിക്ക് വിളിക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം എന്റെ മനസ്സിൽ അന്നേരം തോന്നി. എന്തായാലും ദൈവം അതിന്റെ സമയത്ത് ആയിരിക്കും ബോധ്യപ്പെടുത്തി തന്നത്. ഇപ്പോഴേലും വിളിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കൊച്ചമ്മ പറഞ്ഞ വിഷയങ്ങൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വിഷയങ്ങള് ഒന്ന് അടിവരയിട്ട് സംസാരിക്കാനായിട്ടാണ് ഞാൻ 1-2 കാര്യം പറയാൻ ശ്രമിക്കുന്നത്. ഒന്ന്, കൊച്ചമ്മ പറഞ്ഞത് ഈ ടെലിഫോണിൽ കൂടെ ഉള്ള ഒരു കോൺവെർസേഷൻ വളരെ നല്ലതാണെന്നുള്ളത് പറഞ്ഞു. അത് വളരെ വളരെ നല്ലതാണ്. ഈ അടുത്ത കാലത്തെ അൽഷിമേഴ്സിനെ പറ്റി നടത്തിയ പഠനത്തില് അൽഷിമേഴ്സ് വർദ്ധിക്കുന്നതിന്റെ ഒരു കാരണം ലോൺലി ആയിട്ടുള്ള ഇരിപ്പ് കൊണ്ടാണ്. അതായത് തലച്ചോറിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാത്തതുകൊണ്ട്. അപ്പൊ പലരും വാർദ്ധക്യ സമയത്ത് വീട് വിട്ടത് യാത്രയുടെ ബുദ്ധിമുട്ടുകളും കാരണം കൊണ്ട് പുറത്തു പോകാൻ പറ്റാതെ വരുന്നവർക്ക് ആരോടാ സംസാരിക്കേണ്ടത്? അതിന് ഏറ്റവും ബെസ്റ്റ് മാർഗമാണ് ടെലിഫോൺ ചെയ്യുക. ടെലിഫോൺ ചെയ്തിട്ട് പരിചയമുള്ള, അതായത് സ്വന്തം ആ പ്രായത്തിലുള്ളവരോട് സംസാരിക്കുന്നത് ആ 2 കൂട്ടർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. 2 പേരും ഒരേ ബുദ്ധിമുട്ടിൽ കടന്നു പോവുക. അപ്പൊ ഒരു ദിവസം ഒരു 10 കൂട്ടുകാരെ, അല്ലെങ്കിൽ ബന്ധക്കാരെ, പരിചയക്കാരെ വിളിക്കുക. ഇന്നിടത്തെ പ്ലാമൂട്ടിലെ കുഞ്ഞുമോള്, അന്നേരം കുഞ്ഞുമോളുടെ പേരോർക്കും, പ്ലാമൂട്ടിലെ വീട്ടുപേരോർക്കും. ഇതൊരിക്കലും മറക്കാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓർക്കുവാനാണ് ഈ കോൺവെർസേഷൻ ഒത്തിരി ഉപകരിക്കും. അത് അൽഷിമേഴ്സിന്റെ പഠനത്തിൽ കണ്ടുപിടിച്ച ഒരു മാർഗമാണ്. 60 വയസ്സ് കഴിഞ്ഞുള്ളവര് കൂടുതൽ സംസാരിക്കണം. ഈ സംസാരത്തിൽ കൂടി മെമ്മറി കൂടുതൽ നഷ്ടപ്പെടാതെ അത് റിജനുവേറ്റ് ചെയ്ത് നിൽക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് വലിയ ഊന്നൽ കൊടുക്കുക. രണ്ടാമത്, ഈ എക്സസൈസിന്റെ കാര്യം പറഞ്ഞതിനും വളരെ പ്രാധാന്യം കൊടുക്കണം. ഒരു 10 ചുവട് നടക്കാൻ കഴിയുന്നവർ 10 ചുവട് നടക്കണം. അല്ല, മടി പിടിക്കുന്നതാണ് എക്സസൈസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരിക്കൽ ഒരു മടി പിടിച്ചു പോയാൽ നമ്മൾ പിന്നെ അതിൽ വീണു പോയെന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് 10 ചുവട് നടക്കുന്നവർക്ക് അത്രയും, 10 മിനിറ്റ് നടക്കാവുന്നവർക്ക് അത്രയും. അതുകൊണ്ട് ഈ കാര്യത്തില് ഒരു വേദപ്രമാണം പോലെ തന്നെ അത് ഏറ്റെടുത്ത് വാർദ്ധക്യത്തിലായത്, ഇതിപ്പം 70 80 ഒന്നും അല്ല, 50 വയസ്സ് കഴിഞ്ഞവര് തൊട്ട് ഇത് പരിശീലിക്കണം. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ
പുതിയ ഇതനുസരിച്ച് 85 വയസ്സ് വരെ സീനിയർ യൂത്ത് ആണെന്നാ പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടന അങ്ങനെയാ പറയുന്നത്. അതുകൊണ്ട് എന്നാലും നമ്മുടെ ആരോഗ്യം നോക്കണം. പിന്നെ ഇവിടെ ഫിലിപ്പ് കല്ലട സാറ് ഉന്നയിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് എനിക്കൊരു സംശയം തോന്നിയായിരുന്നു. VBS-നെ പറ്റി പറഞ്ഞായിരുന്നു അച്ഛമ്മ ഇടവക തലത്തിൽ. അത് വയോധികർക്ക് വേണ്ടിയുള്ള VBS ആണോ അതോ കുട്ടികളുടെ VBS ആണോ എന്നൊരു സംശയം എനിക്ക് തോന്നി. ആ VBS എന്നുള്ള വേർഡ് കേട്ടുണ്ട്. അത് പിന്നെ വെക്കേഷണൽ എന്നുള്ള ഒരു വേർഡ് അതിനകത്ത് ഉള്ളത് കൊണ്ട് ഒരു സംശയമുണ്ട്. ആർക്ക് വേണ്ടിയാന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാവുന്നുണ്ട്. എന്നാൽ എനിക്ക് ഈ പറഞ്ഞ ഫിലിപ്പ് കല്ലട സാറ് പറഞ്ഞ വിഷയത്തില് എനിക്ക് 1-2 സജഷൻ ഉണ്ട്. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞ് അച്ഛമ്മയ്ക്ക് ആ വിഷയം പറയാം. എനിക്കുള്ള ഒരു സജഷന്, നമ്മളെ ഈ ഗ്രാമങ്ങളില് അല്ലെ സിറ്റികളില് ഇതിനൊക്കെ വയോജനങ്ങളുടെ കൂട്ടായ്മ, ഇപ്പൊ അയൽക്കൂട്ടം എന്ന് പറഞ്ഞതുപോലെ വയോജനങ്ങളുടെ കൂട്ടായ്മ, ഇതൊക്കെ ഗവൺമെന്റ് തലത്തിലൊക്കെ ആലോചന വന്നതാ. തണൽ വീടുകള്, തണൽ കൂട്ടം എന്നൊക്കെ പറഞ്ഞു, വയോ ക്ലബുകളെ, ഇതൊക്കെ അവരെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സർക്കാർ തലത്തിൽ. അത് വേണ്ട രീതിയിൽ ഗ്രാമീണ തലത്തിലൊന്നും പ്രാവർത്തികമായില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞവരുടെ കൂട്ടായ്മകൾ രൂപപ്പെടുത്താം. അതിന് ആരെങ്കിലും ഒന്നില് ചർച്ച് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം അതിനകത്ത് സഭയോ മതമോ ഒന്നും പാടില്ല. ഇപ്പം ഒരു പർട്ടിക്കുലർ ഏരിയയില് 150 വീടുകളില് 65 വയസ്സ്, 60 ഇപ്പോഴും ആരോഗ്യം എന്ന് വെക്കാം, 65 വയസ്സ് കഴിഞ്ഞ അല്ലെ 60 വയസ്സ് കഴിഞ്ഞ എത്ര ആൾക്കാരെ ഉണ്ടെന്ന് അത്രയും പേരെയും ഒരുമിച്ച് കൂട്ടുന്ന സംവിധാനങ്ങള് ഇന്ന് ലീഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പം മാർത്തോമാ സഭയില് സീനിയർ സിറ്റിസന്റെ ഫോറം ഉണ്ട്. അവർക്കത് ഇനിഷ്യേറ്റീവ് എടുക്കാം. അതിനകത്ത് സഭയും മതവും ജാതിയും ഒന്നും കലർത്തേണ്ട കാര്യമില്ല. എന്നിട്ട് അങ്ങനെയുള്ളവരെ ദിവസം എന്നും ഇത്ര മണിക്ക് ഒരുമിച്ച് കൂടുവാനും അവർക്ക് തമാശ പറയാനും ജോക്ക് പറയാനും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുമുള്ള അവസരം കൊടുത്താല് ഒത്തിരി മാറ്റം വരും. അതിന് തന്നെ ഞാനിത് പറയുമ്പോഴേ, ഞാൻ ഇപ്പോഴേ താമസിക്കുന്ന ബോംബെയില് 650 വീട്ടുകാരുള്ള ഒരു അപ്പാർട്ട്മെന്റിന്റെ സമുച്ചയത്തിലാണ് താമസിക്കുന്നത്. ഞാൻ വൈകിട്ട് നടക്കാൻ ഇറങ്ങുമ്പോഴേ ഞാൻ കാണും ഞങ്ങളുടെ സൊസൈറ്റിക്ക് ഇങ്ങനെ ബെഞ്ചുകളൊക്കെ ഇഷ്ടം പോലെ ഇരിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കാണുന്ന ഒരു 10-20 പ്രായമുള്ളവരെന്ന് പറഞ്ഞാൽ എബോവ് 70-75 ഏജ് ഉള്ളവരെന്നും വൈകിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടി തമാശ പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് ജോക്കുകളൊക്കെ പറഞ്ഞിരിക്കുന്ന കാണാം. അപ്പൊ ഇത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരാശയമാണ്. ഇതെല്ലായിടത്തും ഇപ്പൊ ഒരേ അപ്പാർട്ട്മെന്റ് ആകുമ്പോൾ വളരെ ഈസി ആണെങ്കിൽ പോലും മറ്റുള്ളിടത്തും കുറെ സന്നദ്ധ സേവകര് ഇനിഷ്യേറ്റീവ് എടുക്കാമെങ്കിൽ ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകാനും നടക്കാൻ വയ്യാത്തവരെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ അതുകൂടാതെ ഇടവക തലത്തില് പകൽ വീടുകൾ വെക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കുമെന്ന് എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. എല്ലാ ഇടവകയ്ക്കും, അതും ജാതി മത ഭേദമന്യേ ചുറ്റുപാടുള്ളവരെ ഒരുമിച്ച് കൂടുവാൻ, അവിടെ മെഡിക്കൽ സൗകര്യങ്ങളും മറ്റേ എല്ലാവിധ ക്രമീകരണങ്ങളോടും കൂടി ഇടവക തലത്തില് പള്ളികൾക്ക് ചെയ്യാവുന്നതാണ് പകൽ വീട്. രാത്രി വീട്ടുകളിൽ പോവുക, പകൽ ഒരു സർട്ടൻ ടൈം രാവിലെ തൊട്ട് വൈകിട്ട് 5 മണി അല്ലെ 6 മണി വരെ ഒരുമിച്ച് കൂടി അവരുടെ ഉച്ചഭക്ഷണം ഉൾപ്പെടെ കാര്യങ്ങൾ ക്രമീകരിച്ച് അവരെ രീതി ഗൈഡ് ചെയ്യാനും സന്തോഷിപ്പിക്കാനും ആൾക്കാർക്കൊന്നും മിണ്ടാൻ ഒരു അവസരം കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനുള്ള അവസരം കൂടെ ഒരുക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഏതായാലും ഇന്നത്തെ ഈ ഒരു പ്രഭാഷണം വളരെ ഗുണകരമായിരുന്നു. തീർച്ചയായിട്ടും സന്തോഷം. കൊച്ചമ്മയ്ക്ക് ഞാൻ ചോദിച്ച കാര്യം പറയാം. VBS പറഞ്ഞ ഞാൻ അഡൽട്ട് VBS ഇപ്പൊ പല സ്ഥലത്തും ഫേസ്ബുക്ക് ഞാൻ കണ്ടു. മാർത്തോമാ സഭയിലും ഞങ്ങളുടെ സഭയിലും അഡൽട്ട് VBS നടക്കുന്നതായിട്ട്. അപ്പൊ അവര് പ്രായമുള്ളവർ ഡാൻസ് ചെയ്യുന്നു, പാടുന്നു, പിന്നെ അവർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നു. അത് വലിയൊരു വാസ്തവത്തിൽ ഒന്ന് കൂടുന്നത് വളരെ നല്ലതാണ്. അതിനുള്ള സഭയായിട്ട് അതിന് ചെയ്യാനും നല്ലതല്ല. ഒരാൾക്ക് തന്നെ സഭയിൽ ഒരു അച്ഛനോ ശുശ്രൂഷനോ ഒക്കത്തില്ല. വോളണ്ടിയേഴ്സ് അത് അവരെ മനസ്സിലാക്കുവാനും അവരെ വിളിക്കാനും അവരുടെ പ്രശ്നം അറിയാനും കഴിയുന്ന ആളുകൾ സഭയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനെ കെയറിങ് ആൻഡ് ഷെയറിങ് ഗ്രൂപ്പ് എന്ന് പേരിട്ടത്. അത് ഉണ്ടാകുന്നത് നല്ലതാണ്. താങ്ക് യു. നിങ്ങൾ വളരെ എന്നെ ക്ഷണിച്ചതിന് വീണ്ടും നന്ദി. ഇനി ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് VA ജേക്കബ് സാറിനെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ് ക്ലോസിംഗ് പ്രെയർ
ലത ലാത്ര, ബെനഡിക്ഷന് രാജുവഞ്ചേരി അച്ഛന്, ലളിത ലാത്ര. കൃതജ്ഞത പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. പ്രിയപ്പെട്ട ശാന്ത ജോർജ് കൊച്ചമ്മ, അന്നമ്മ നൈനാൻ മാത്യു കൊച്ചമ്മ, ഇവിടെ നമ്മൾ ഇന്ന് അവതരിപ്പിച്ചതായ വിഷയം വാർദ്ധക്യത്തിലെ അതിൻ്റെ പ്രശ്നങ്ങളും വാർദ്ധക്യത്തിൻ്റെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളും എന്നുള്ള ഒരു വിഷയമായിരുന്നല്ലോ. ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയത് ഡോക്ടർ അന്നമ്മ നൈനാൻ മാത്യു കൊച്ചമ്മയാണല്ലോ. ഈ 80+ വളരെ ഉന്മേഷവതിയായിട്ട് വളരെ അർത്ഥവത്തായ ഒരു പ്രഭാഷണം കൊച്ചമ്മ നടത്തി. കൊച്ചമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊച്ചമ്മയുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്നുള്ള നിരീക്ഷണങ്ങളിൽ നിന്ന്, അതിങ്ങനെയുള്ള പല ഒബ്സർവേഷനിൽ കൂടെ ലഭിച്ചതായ അറിവും എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു മനോഹരമായ ഒരു അവതരണം കൊച്ചമ്മ നടത്തി. ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന അവരുടെ പ്രശ്നങ്ങൾ, അത് ഏത് വിധത്തിൽ അതിനെ കൈകാര്യം ചെയ്യണം, അത് കുടുംബാന്തരീക്ഷത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, കുടുംബത്തിലെ മറ്റംഗങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ നമ്മൾ നല്ല കാര്യങ്ങൾ കണ്ടുപിടിച്ച് പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ പുഞ്ചിരിയോടുകൂടെ നേരിടുക കാര്യങ്ങളെ, പിന്നെ സംസാരിക്കാനായിട്ട് കൂടുതൽ സമയം കണ്ടെത്തുക, എക്സസൈസ് ചെയ്യുക, നമുക്കുള്ള സമ്പത്തുകൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, ജീവിതാനുഭവങ്ങൾ അതുപോലെ ജീവിതത്തിലെ സമ്പാദ്യങ്ങളെല്ലാം പങ്കുവയ്ക്കുക, പിന്നെ ഭക്ഷണ ക്രമീകരണങ്ങൾ, അതുപോലെ ഭാവിക്ക് വേണ്ടി കരുതുക, അതുപോലെ തന്നെ ഒരു ഭാഗം നമ്മളെ സമ്പാദ്യത്തിലൊരു ഭാഗം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. ഇങ്ങനെ അനേകം പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ കൊച്ചമ്മ ഈ സമയത്ത് അവതരിപ്പിച്ചു. ഇത് വളരെ അർത്ഥവത്തായിരുന്നു, വളരെ പ്രായോഗികമായിരുന്നു. അത് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ പ്രഭാഷണം അവതരിപ്പിച്ച കൊച്ചമ്മയോടുള്ള നന്ദി, സ്നേഹം ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. താങ്ക് യു കൊച്ചമ്മയുടെ പ്രത്യേകമായ നന്ദി. നമുക്കിവിടെ മോഡറേറ്റ് ചെയ്തത് ശാന്ത ജോർജ് കൊച്ചമ്മയാണല്ലോ. കൊച്ചമ്മ നമ്മുടെ ഈ ഗ്രൂപ്പുമായിട്ട്, നമ്മുടെ ഈ ഫോറവുമായിട്ട് വളരെ നല്ല ബന്ധം പ്രവർത്തിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം ഇവിടെ നമ്മൾക്ക് മോഡറേറ്റ് ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ ഫോറവുമായിട്ട് വളരെ സഹകരിക്കുന്ന ഒരാളാണ് കൊച്ചമ്മ. കൊച്ചമ്മ ഇവിടെ ഇന്നത്തെ ദിവസം മനോഹരമായിട്ട് മോഡറേറ്റ് ചെയ്തു. കൊച്ചമ്മയോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്ന് നമ്മളെ പ്രാരംഭ ഗാനം ആലപിച്ചത് ജിൻസി ലിനു ആണ്. ഞാൻ കേട്ടിട്ടില്ലാത്തൊരു പാട്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് ആ ഗാനം ആലപിച്ചു. ജിൻസിക്ക് ജിനുവിനോടുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതുപോലെ പ്രാരംഭ പ്രാർത്ഥന നടത്തിയത് ജോസ് തോമസ് ആണ്. ജോസ് തോമസിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ വെബിനാറിൽ നമുക്ക് ഇതിനു വേണ്ട പ്ലാറ്റ്ഫോമിന് ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ജോസ് മാത്യു, നെറൂൾ ഇടവകയിൽ നിന്നുള്ള ജോസ് മാത്യു ആണ്. ജോസ് മാത്യുവിനോടുള്ള നന്ദി സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ പറയാനായിട്ടുള്ളത് വിൻസെന്റ് കരിമ്പന്നൂരാണ്. അനൗൺസ്മെന്റ് നടത്തി. അതോടൊപ്പം ഈ വെബിനാറുകളൊക്കെ ഇത്ര മനോഹരമായിട്ട്, ഇത്ര കാര്യക്ഷമമായിട്ട്, മുടക്കം കൂടാതെ 286 വെബിനാറുകൾ നടത്തുന്നതിൻ്റെ ഒക്കെ പിന്നിൽ മുഖ്യമായ പങ്കുവഹിച്ചത് അതിൻ്റെ തക്കതായ ആളുകളെ സമയാസമയങ്ങളിൽ കണ്ടെത്തുക, അതിനെ ഓരോ ദിവസവും അറേഞ്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം
അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് വിൽസനാണ്. വിൽസനോടുള്ള പ്രത്യേക നന്ദി, സ്നേഹം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു. ഈ വെബിനാറിലെ തുടർ ചർച്ചകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഇതിനെ സമ്പുഷ്ടമാക്കി എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഇവിടെ അറിയിക്കുന്നു. അതോടൊപ്പം ഇത് സംബന്ധിച്ച എല്ലാവരും, പ്രത്യേകിച്ച് ഇതിൽ ഇന്നത്തെ ദിവസം ആദ്യമായിട്ട് സംബന്ധിച്ചവരെ അടുത്ത വെബിനാറുകളിലും സംബന്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനിയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയ എല്ലാവരോടും, അഡ്മിന്മാരോടും മറ്റുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് വിരമിക്കട്ടെ. താങ്ക് യു. പ്രാർത്ഥനയ്ക്കായിട്ട് ലളിത ലാത്രയെ ക്ഷണിക്കുന്നു. അതിനുശേഷം ബഹുമാനയുടെ രാജു അഞ്ചേരി അച്ഛന് ബെനഡിക്ഷനും പറയുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ലവനായ കർത്താവേ, ഈ വെബിനാറിൻ്റെ ഏറ്റവും അനുഗ്രഹമായ ഈ നടത്തിപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ 286 വെബിനാർ ഏറ്റവും അനുഗ്രഹമായി നടത്തി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ഇതിൽ നിന്ന് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വെബിനാറിനെ നയിച്ച ഡോക്ടർ അന്നമ്മ മാത്യു കൊച്ചമ്മയ്ക്കായി സ്തോത്രം. കർത്താവെ, പ്രിയ മകൾ കർത്താവെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ മെസ്സേജ് തന്ന് കർത്താവെ, വാർദ്ധക്യത്തിലുള്ള പ്രശ്നങ്ങളും അതിൻ്റെ പ്രതിവിധികളെയും കുറിച്ച് കർത്താവെ എക്സ്പീരിയൻസിൽ കൂടെ കർത്താവെ ഞങ്ങളോട് സംബന്ധിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾ അനുസരിച്ച് കർത്താവെ, ഞങ്ങൾ ജാതി മതഭേദമന്യേ എല്ലാവർക്കും നന്മ ചെയ്യുവാൻ കർത്താവെ, എല്ലാവരെയും കരുതുവാൻ, വാർദ്ധക്യത്തിലും കർത്താവെ വിവേകപൂർവമായി ജ്ഞാനപൂർവമായി പ്രവർത്തിക്കുവാൻ, കുഞ്ഞുങ്ങളോട് കരുതൽ കാണിക്കുവാൻ കർത്താവെ, പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കുവാൻ, ഞങ്ങളുടെ സമൂഹത്തിലും കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലും കർത്താവെ, എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിന് അനുരൂപരായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ആഹ്വാനം ചെയ്ത വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രാർത്ഥനയോടെ, നിരന്തരമായ പ്രാർത്ഥനയോടെ കർത്താവെ ഏകാഗിയായിരിക്കുന്നുവെങ്കിലും കർത്താവെ കൊച്ചമ്മ നയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയമകളെ കർത്താവെ, ഇനിയും അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, ആത്മാവിലും ശരീരത്തിലും ബലപ്പെടുത്തണമേ, കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ വെബിനാറിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നതിനായി സ്തോത്രം. കർത്താവെ, എല്ലാം യേശു തമ്പുരാൻ്റെ ധന്യനാമത്തിൽ ഞങ്ങൾ യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മെല്ലാവരുടെ കൂടിയും പ്രത്യേകിച്ച് നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.